അറ്റ് ദ സെയിം ടൈം നമ്മൾ ടൂൾ ഉപയോഗിച്ചിട്ട് ആ വർക്ക് പീസിൽ നിന്ന് മെറ്റീരിയൽ റിമൂവ് ചെയ്തിട്ടാണ് ഡിഫറെന്റ് ഷേപ്പിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ലേത്തിന്റെ പ്രിൻസിപ്പിൾ കൊടുത്തിരിക്കുന്നതാണ് റൊട്ടേറ്റിംഗ് വർക്ക് പീസ് ആൻഡ് ഫിക്സഡ് കട്ടിംഗ് ടൂൾ. ഓക്കെ, അപ്പൊ അതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താന്ന് വെച്ചാൽ ടു റിമൂവ് മെറ്റീരിയൽ ഫ്രം ദ വർക്ക് പീസ് ടു പ്രൊഡ്യൂസ് ദ റിക്വയർഡ് ഷേപ്പ് ആൻഡ് സൈസ്. നമുക്ക് വേണ്ട നമ്മുടെ ഡിസൈനിനനുസരിച്ചിട്ടുള്ള ഷേപ്പും സൈസും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വർക്ക് പീസിൽ നിന്ന് മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്നു. അതാണ് ലേത്തിന്റെ ഫംഗ്ഷൻ. അപ്പൊ സെൻട്രൽ ലേത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കാണുന്ന ലേത്ത് ഒക്കെ ഒരുപാട് ടൈപ്പ് ഉണ്ട്. ഓട്ടോമാറ്റിക് ലേത്ത് ഉണ്ട്, എഞ്ചിൻ ലേത്ത്, സെൻട്രൽ ലേത്ത്, ടൂൾ റൂം ലേത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ലേത്തുകളുണ്ട്. ഇപ്പൊ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് അറിയാം CNC ലേത്ത് ഉണ്ട്. CNC എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ ലേത്ത് എന്ന് പറയും. ഇപ്പൊ എല്ലാം കമ്പ്യൂട്ടറാണ്, മാനുവൽ കൺവെൻഷണൽ ലേത്തുകളല്ല യൂസ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ലേത്ത്, കൺവെൻഷണൽ ലേത്ത്. അതല്ലാതെ ഇപ്പൊ നമ്മളെ ഇൻഡസ്ട്രിയിലൊക്കെ പോയി കഴിഞ്ഞാൽ CNC ലേത്ത് ആണ്, കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ ലേത്ത് ആണ് കാണുന്നത്. ഇപ്പൊ നമ്മുടെ കോളേജിൽ വന്നു കഴിഞ്ഞാൽ കോളേജിൽ CNC ലേത്ത് ഉണ്ട്. അത് ഉപയോഗിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യിക്കലുണ്ട്. അതിന്റെ തിയറി ഉണ്ട്, അതിന്റെ പ്രോഗ്രാമിംഗ് പഠിപ്പിക്കും. അപ്പൊ ഇതെല്ലാം നിങ്ങളുടെ പോളിടെക്നിക്കലി എനിക്ക് തോന്നുന്നു നിങ്ങൾ ലേറ്റ് ആയതുകൊണ്ട് മെക്കാനിക്കലി പഠിച്ച കുട്ടികൾക്ക് അറിയുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഇതാണ് ലേത്ത്. ഓക്കെ, ലേത്തിന്റെ ഒരു കൺസ്ട്രക്ഷൻ ആണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് പാർട്സ് ഇതിനകത്ത് കാണുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒക്കെ ആയിട്ട് ഒരുപാട് പാർട്സ് ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു 2D ഫിഗർ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു ഫിഗർ ആണിത് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതില് കാണിച്ചിട്ടുണ്ട് മെയിൻ ആയിട്ട് നിങ്ങൾ കൾച്ചർ കാണുന്നുണ്ട് വിചാരിക്കും, ബെഡ്, ലേത്ത് ബെഡ് ഉണ്ടല്ലേ, അതാണ് മെയിൻ ആയിട്ടുള്ള കാസ്റ്റിംഗ് ആണ് ലേത്ത് ബെഡ് കേട്ടോ. ആ ലേത്ത് ബെഡിന്റെ മുകളിലായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് ഹെഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞൊരു പാർട്ട് ഉണ്ട്. മനസ്സിലാക്കി വെക്കുക, പേരൊക്കെ മനസ്സിലാക്കി വെക്കുക. ലേത്ത് ബെഡ് ആണ് ബേസിക് സ്ട്രക്ചർ, അതിന്റെ ബേസിക് സ്ട്രക്ചർ ആണ് ലേത്ത് ബെഡ്. ബെഡിന്റെ മുകളിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ഹെഡ് സ്റ്റോക്ക് കാണാം. ഹെഡ് സ്റ്റോക്കിന്റെ ഉള്ളിൽ കുറെ ഗിയർ ഒക്കെ ഉണ്ട്. അതായത് ഡിഫറെന്റ് സ്പീഡിലൊക്കെ നമുക്ക് റൺ ചെയ്യണമെങ്കിൽ വേണ്ടിയിട്ട് ഒരു ഗിയർ അറേഞ്ച്മെന്റ് ഉണ്ട്. ആ ഹെഡ് സ്റ്റോക്കിന് പുറത്തേക്ക് ഒരു സ്പിൻഡിൽ കാണുന്നുണ്ട്, അവിടെ എഴുതിയിട്ടുണ്ട് സ്പിൻഡിൽ. ആ സ്പിൻഡിലിൽ കണ്ടോ ലൈവ് സെന്റർ എന്ന് കാണിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ആ ലൈവ് സെന്റർ ഉണ്ടാവില്ല, അവിടെ അതിന് പകരം ചക്ക് എന്ന് പറഞ്ഞൊരു പാർട്ടായിരിക്കും. ആ ലൈവ് സെന്റർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ചക്ക് ഉപയോഗിച്ചോ ആണ് നമ്മൾ മുമ്പേ പറഞ്ഞ വർക്ക് ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, വർക്ക് ഒരു എന്താ പറയാ ഫിക്സ് ചെയ്യണമല്ലോ, ഫിക്സ് ചെയ്തിട്ട് അതിനെ റൊട്ടേറ്റ് ചെയ്യാം, എന്നാൽ മാത്രം നമുക്ക് വർക്ക് പീസിൽ നിന്ന് മെറ്റീരിയൽ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതാണ് ലെഫ്റ്റ് സൈഡിലുള്ള പാർട്ട്, ഹെഡ് സ്റ്റോക്ക്, സ്പിൻഡില്, ലൈവ് സെന്റർ അല്ലെങ്കിൽ ചക്ക്. ഓക്കെ, റൈറ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ടെയിൽ സ്റ്റോക്ക് ആണ്, കണ്ടില്ല, ടെയിൽ സ്റ്റോക്ക് എഴുതിയിട്ടുണ്ട്. ടെയിൽ സ്റ്റോക്ക് നമുക്ക് ഹാൻഡ് വീൽ ഉപയോഗിച്ചിട്ട് അതിന്റെ ഡെഡ് സെന്ററിന്റെ ലെങ്ത് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഇടയിൽ ലൈവ് സെന്ററിനും ഡെഡ് സെന്ററിനും ഇടയിൽ വർക്ക് പീസ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അത് റൈറ്റ് സൈഡിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോങ് വർക്ക് പീസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് ഡിഫ്ലക്ഷൻ ഒക്കെ ഉണ്ടാവും, വൈബ്രേഷൻ ഒക്കെ ഉണ്ടാവും. അപ്പൊ അതൊന്നും ഇല്ലാതെ റൈറ്റ് സൈഡിൽ അതിനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ടെയിൽ സ്റ്റോക്കും അതിന്റെ ഒരു ഡെഡ് സെന്ററും കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്നത് ഈ സെന്റർ പാർട്ടിൽ കണ്ടില്ലേ കാരേജ് എന്ന് കാണാം, കാരേജ്. ഈ കാരേജിലാണ് നമ്മൾ ടൂള് ഫിക്സ് ചെയ്യുന്നത്. ടൂള് ഫിക്സ് ചെയ്താൽ മാത്രം പോലെ അതിന് ഡിഫറെന്റ് ആക്സിസിൽ നമുക്ക് മൂവ് ചെയ്യണം. ലോഞ്ചിറ്റ്യൂഡൽ ആക്സിസ്, അതായത് ലേത്തിന്റെ സെന്ററിലൂടെ വരുന്ന ആക്സിസ് ആണ് ലോഞ്ചിറ്റ്യൂഡൽ ആക്സിസ്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യുന്നതിനാണ് എന്താണ് ക്രോസ് ആക്സിസ് അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് ആക്സിസ് എന്ന് പറയും. അപ്പൊ ഇതിൽ കാരേജ് വരുന്നുണ്ട്. കാരേജിന്റെ മുകളിൽ ഇതുപോലെ പല ചെയ്യേണ്ടി വരും. അതിനകത്ത് ടാപ്പർ കൊടുക്കേണ്ടി വരും, ത്രെഡ് കട്ട് ചെയ്യേണ്ടി വരും, അതേപോലെ സ്റ്റെപ്പ് ആയിട്ട് കട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ പല രീതിയിൽ കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് പല ആക്സിസിൽ ടൂള് മൂവ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ കോമ്പൗണ്ട് റെസ്റ്റും ക്രോസ് സ്ലൈഡും ഒക്കെ കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഏറ്റവും മുകളിൽ കണ്ടില്ലേ ടൂൾ പോസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ടൂൾ പോസ്റ്റിലാണ് നമ്മൾ ടൂള് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതിന്റെ താഴെ ആപ്രോൺ, കുറെ ഡ്രൈവിംഗ് മെക്കാനിസംസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഈ കാരേജ് മൂവ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു ലീഡ് സ്ക്രൂയും ഫീഡ് റോഡും കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ലേത്തിന്റെ പാർട്ട് കേട്ടല്ലോ. അപ്പൊ ലേത്തിന്റെ പ്രിൻസിപ്പിൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. റൊട്ടേറ്റിംഗ് വർക്ക് പീസ് ഉണ്ട്, ഫിക്സഡ് കട്ടിംഗ് ടൂൾ ഉണ്ട്, നമ്മൾ മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്നു. റൊട്ടേറ്റിംഗ് വർക്ക് പീസിൽ നിന്ന് ടൂൾ മൂവ് ചെയ്ത് ഡിഫറെന്റ് ആക്സിസിൽ മൂവ് ചെയ്ത് നമ്മൾ വി ആർ റിമൂവിംഗ് ദ മെറ്റീരിയൽ. ഓക്കെ, അതിന്റെ പാർട്സ് ഓർമ്മിച്ച് വെക്കുക. ലേത്ത് ബെഡ്, ഹെഡ് സ്റ്റോക്ക്, സ്പിൻഡില്, ലൈവ് സെന്റർ അല്ലെങ്കിൽ ചക്ക്, റൈറ്റ് സൈഡിലായിട്ട് ടെയിൽ സ്റ്റോക്ക്, ഡെഡ് സെന്റർ,
അതേപോലെ ടൂള് ഹോൾഡ് ചെയ്യാനും ഡിഫറെന്റ് ആക്സിസിൽ ടൂളിനെ മൂവ് ചെയ്യാനും വേണ്ടിയിട്ട് കാരേജ് വരുന്നുണ്ട്, ക്രോസ് സ്ലൈഡ് വരുന്നുണ്ട്, കോമ്പൗണ്ട് റെസ്റ്റ് വരുന്നുണ്ട്. അതിന്റെ മുകളിൽ ടൂൾ പോസ്റ്റ്, അതിലാണ് നമ്മൾ ടൂള് ഫിക്സ് ചെയ്യുന്നത്. ഇത്രയാണ് ലെയ്ത്തിന്റെ പാർട്സ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓരോന്നും. ലെയ്ത്ത് ബെഡ്, ഹെഡ് സ്റ്റോക്ക്, ഗിയർ ബോക്സ്. നിങ്ങൾ എല്ലാം ഒന്നും പഠിക്കണ്ട, അറിയുന്നത് കുറച്ച് കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള പാർട്സ് അറിഞ്ഞിരിക്കാനുള്ളതാണ്. അതിൽ വരുന്നതാണ് ലെയ്ത്ത് ബെഡ്, ഹെഡ് സ്റ്റോക്ക്, കാരേജ്, ക്രോസ് സ്ലൈഡ്, ആപ്രോൺ, ടെയിൽ സ്റ്റോക്ക്. പിന്നെ ഫീഡ് ലിവർ ഒക്കെ. ലിവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ മൂവ് ചെയ്യാനും ഡിഫറെന്റ് ആക്സിൽ മൂവ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ്. ഗിയർ ബോക്സ് എന്തിനാണ്? ഡിഫറെന്റ് സ്പീഡിൽ റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ലെയ്ത്തിന്റെ പാർട്ട്. ഇതാണ് ലെയ്ത്ത് ബെഡ് കേട്ടോ. ഇനി ഇപ്പൊ ഞങ്ങള് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി ഇത് കൂടുതലായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം നമുക്ക് സമയക്കുറവുണ്ട്. ഇതിനി ഞാൻ ജസ്റ്റ് ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞു പോവാം. ഇതാണ് ലെയ്ത്ത് ബെഡ്. കാസ്റ്റിംഗ് കൊണ്ട് ഉണ്ടാക്കിയത് കാസ്റ്റിംഗ് ആണ്, നല്ല നല്ല സ്ട്രോങ് ആയിട്ടുള്ള കാസ്റ്റിംഗ് ആണിത്. ഓക്കെ, ഇതാണ് ഹെഡ് സ്റ്റോക്ക്. നമ്മൾ മുമ്പേ പറഞ്ഞ ഡിഫറെന്റ് ഡ്രൈവിംഗ് മെക്കാനിസം കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഒരു ബോക്സ് ആണ്. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബോക്സ് ആണ്. അതിൽ നിന്നൊരു സ്പിൻഡിൽ പുറത്തേക്ക് വരും. ആ സ്പിൻഡിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. താഴെ ഒരു മോട്ടർ ഉണ്ടാവും. മോട്ടറിൽ നിന്ന് ബെൽറ്റ് വഴിയിട്ടാണ് നമ്മൾ സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഹെഡ് സ്റ്റോക്കിന്റെ ഉള്ളിലെ ഡ്രൈവിംഗ് മെക്കാനിസം. കുറെ ഗിയേഴ്സ് ഒക്കെ കണ്ടില്ലേ? ടോപ്പ് വ്യൂ ആണ് ഈ കാണുന്നത്, മോളിൽ നിന്നുള്ള വ്യൂ. ഹെഡ് സ്റ്റോക്കിന്റെ മോളിൽ നിന്നുള്ള വ്യൂ നോക്കിക്കഴിഞ്ഞാൽ കുറെ ഗിയർ മെക്കാനിസംസ് കാണാം, ഗിയർ ട്രെയിൻ കാണാം. ആ ട്രെയിൻ വഴിയാണ് നമ്മൾ സ്പിൻഡിലിനെ ഡ്രൈവ് ചെയ്യുന്നത്. സ്പിൻഡിലിന്റെ എൻഡിലാണ് നമ്മൾ ചക്ക് വരുന്നത്. ആ ചക്കിലാണ് വർക്ക് പീസ് ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇത് കാരേജിൽ കണ്ടില്ലേ കുറെ ഡ്രൈവിംഗ്. ഇത് ആക്ച്വൽ ഫിഗർ ആണ് കേട്ടോ. അതില് സാഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെയ്ത്തിന്റെ ബെഡിലൂടെ മൂവ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് സാഡിൽ. അതിന്റെ മുകളിൽ കോമ്പൗണ്ട് റെസ്റ്റ്, ക്രോസ് സ്ലൈഡ്, അതിന്റെ മുകളിലാണ് ടൂൾ റോസ്റ്റ് വരിക. ഓക്കെ, ഇതാണ് കാരേജിന്റെ പാർട്സുകൾ. നിങ്ങൾ ഈ കാണുന്നതാണ് ആ കട്ട് ചെയ്യുന്ന ഒരു ഫിഗർ ആണ് ആ കാണിച്ചിരിക്കുന്നത്. കണ്ടില്ലേ ചക്ക് കണ്ടില്ലേ? ഹെഡ് സ്റ്റോക്ക് ആ ഒരു പെർട്ടിക്കുലർ ഏരിയ മാത്രം എടുത്ത് കാണിച്ചിരിക്കുകയാണ്. ഹെഡ് സ്റ്റോക്ക് നിങ്ങൾക്ക് കാണാം. ചക്ക് സ്പിൻഡില് വെളിയിൽ വന്നിട്ട് അതിലാണ് ചക്ക് കൊടുത്തിരിക്കുന്നത്. ആ സ്റ്റീലിന്റെ ഏരിയയിലാണ് വർക്ക് പീസ് കേട്ടോ. ആ റൗണ്ട് ഷേപ്പിലുള്ള വർക്ക് പീസ് ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അതേപോലെ നമ്മുടെ കാരേജ്, ലെയ്ത്ത് ബെഡിലൂടെ കാരേജ് വരുന്നുണ്ട്. കാരേജിൽ കുറെ ഡ്രൈവിംഗ് മെക്കാനിസംസ് ഒക്കെ ഉണ്ട്. അതിന്റെ മുകളിൽ കോമ്പൗണ്ട് റെസ്റ്റ് ഉണ്ട്, ടോപ്പ് സ്ലൈഡ് ഉണ്ട്. ദെൻ ടൂൾ പോസ്റ്റിലാണ് ടൂൾ കൊടുത്തിരിക്കുന്നത്. ഞാൻ ഈ കാണിച്ച ലെയ്ത്ത് ടൂൾ എന്ന് കാണിച്ചിട്ടുണ്ട്. ആ ലെയ്ത്ത് ടൂൾ ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ചിലപ്പോൾ ഈ കട്ട് ചെയ്യുന്ന സമയത്ത് മെറ്റൽ ടു മെറ്റൽ കോണ്ടാക്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യും? ഹീറ്റ് ആവും അല്ലെ? ആ ഹീറ്റ് ആവുമ്പോൾ ബേൺ ആവാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കൂളൻ സപ്ലൈ കൊടുത്തിരിക്കുന്നത്. ചില ലെയ്ത്തിലൊക്കെ കൂളൻ സപ്ലൈ കാണാം. ഓക്കെ, ഇതാണ് ഇതിന്റെ പാർട്സുകൾ. ഓക്കെ, ദെൻ ഇത് ആ കംപ്ലീറ്റ് ഫിഗർ ആണ്, ഇതിന്റെ ആക്ച്വൽ ഫിഗർ ആണ്. ടൂൾ പോസ്റ്റ് എല്ലാം കാണിച്ചിട്ടുണ്ട്. റൈറ്റ്, ഇത് ടെയിൽ സ്റ്റോക്ക് ആണ്. അടുത്ത പാർട്ടാണ് ടെയിൽ സ്റ്റോക്ക്. ടെയിൽ സ്റ്റോക്ക് ഞാൻ പറഞ്ഞു ലോങ് വർക്ക് പീസ് ആണെങ്കിൽ റൈറ്റ് എൻഡ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെയിൽ സ്റ്റോക്ക് യൂസ് ചെയ്യുന്നത്. ഇനി സാധാരണഗതിയിൽ ലേത്ത് എങ്ങനെ സ്പെസിഫൈ ചെയ്യുന്നത്? നമ്മൾ ഏത് പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിലും ഒരു സ്പെസിഫിക്കേഷൻ കാണില്ലേ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ എത്ര മെമ്മറി കപ്പാസിറ്റി ഉണ്ട്, സ്ക്രീൻ സൈസ് എത്രയായിരിക്കണം, എന്തെല്ലാം സപ്പോർട്ട് വേണം, അഡീഷണൽ ഡിവൈസ് വേണം, അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുമല്ലോ. അതുപോലെ ലെയ്ത്തിന് കുറച്ച് സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. ഒന്നാമത് ബെഡിന്റെ ലെങ്ത് ഓഫ് ബെഡ്, നമ്മളെ ലെയ്ത്ത് ബെഡിന്റെ ലെങ്ത്. അതുപോലെ സെന്ററുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, നമ്മളെ ലൈവ് സെന്ററും ഡെഡ് സെന്ററും ആ ഫിഗറിൽ കണ്ടല്ലോ, അത് തമ്മിലുള്ള ഡിസ്റ്റൻസ്. പിന്നെ ഏത് ടൈപ്പ് ബെഡ് ആണ് യൂസ് ചെയ്യുന്നത്? സ്ട്രെയിറ്റ് ബെഡ്, ഗ്യാപ്പ് ബെഡ് എന്നൊക്കെ കൊണ്ട് ഒരുപാട് ടൈപ്പ് ബെഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ലെയ്ത്ത് ബെഡുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ആ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ്, നമ്മൾ ആ വർക്ക് ഹോൾഡ് ചെയ്യുന്ന പോർഷൻ ഉണ്ടല്ലോ, ആ ലെയ്ത്ത് ബെഡിൽ നിന്ന് ആ ഹൈറ്റ് എത്രയാണ്? സ്വിംഗ് ഓവർ ബെഡ് എന്ന് പറഞ്ഞാൽ എത്ര ഡയമീറ്റർ ഉള്ള വർക്ക് പീസിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഡയമീറ്റർ ബെഡ്. ആണ് കേട്ടോ. ഇതിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. എത്ര സ്പീഡുകളുണ്ട്, എത്ര ഫീഡുകളുണ്ട്, അങ്ങനെ ഫ്ലോർ സ്പേസ് എത്ര വേണം, ഇതെല്ലാം ചേർന്നതാണ് സ്പെസിഫിക്കേഷൻ. അപ്പൊ ഇങ്ങനെ ഒരുപാട് ടൈപ്പ് ലെയ്ത്തുകളുണ്ട്. എഞ്ചിൻ ലെയ്ത്ത്. അപ്പൊ എഞ്ചിൻ ലെയ്ത്ത് എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് എഞ്ചിൻ ഉപയോഗിച്ചിട്ടാണ് ലെയ്ത്ത് റൺ ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് അതിന്റെ പേര് എഞ്ചിൻ ലെയ്ത്ത്. ഈ പാർട്ടുകളൊക്കെ തന്നെ ബേസിക് പാർട്ട് എല്ലാം സിമിലർ ആണ്. ബെഞ്ച് ലെയ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ചെറിയ ലെയ്ത്ത് ആണ്. നിങ്ങൾ കണ്ടിട്ടുള്ള വുഡ് ടേണിംഗ് ലെയ്ത്ത് എന്ന് പറഞ്ഞൊരു ലെയ്ത്ത് ഉണ്ട്. നമ്മള് കാർപ്പന്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ കട്ടിലിന്റെ കാലൊക്കെ കടഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അതൊക്കെ ബെഞ്ചിലാണ്
ഫിക്സ് ചെയ്തിരിക്കുന്നത്. പിന്നെ ട്രേസർ ലേത്ത് ഒരു ടെംപ്ലേറ്റിന്റെ മുകളിൽ കൂടെ ട്രേസ് ചെയ്തിട്ട് പാർട്ടുകൾ മാനുഫാക്ചർ ചെയ്യുന്നതാണ് ട്രേസർ ലേത്ത്. ടൂൾ റൂമിൽ ടൂളൊക്കെ ഷാർപ്പൻ ചെയ്യാൻ വേണ്ടി ലേത്ത് ഉണ്ട്, ഓട്ടോമാറ്റിക് ലേത്ത് ഉണ്ട്, ടറക്റ്റ് ലേത്ത്. ടറക്റ്റ് ലേത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കട്ടിംഗ് ടൂള് മാത്രമാണ് നമ്മൾ ഇപ്പൊ ഈ കണ്ട ലേത്തിലൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ ടറക്റ്റ് ലേത്തിലാണെങ്കിൽ 6ഉം 8ഉം ഒക്കെ ടൂളുകൾ അറ്റ് എ ടൈം നമുക്ക് ഹോൾഡ് ചെയ്യാം. എന്നിട്ട് അതിനെ എന്ത് ചെയ്യാം, നമുക്ക് ആ കട്ടിംഗ് പൊസിഷനിലേക്ക് കൊണ്ടുവന്ന് വർക്ക് പീസിനെ കട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ടറക്റ്റ് ലേത്ത്. പിന്നെ ലാസ്റ്റ് കാണുന്നതാണ് ഞാൻ പറഞ്ഞില്ലേ CNC ലേത്ത്, കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ ലേത്ത്. അങ്ങനെ ലേത്തൊക്കെ ലേത്ത് ടൈപ്പ് ഉണ്ട്. ഇതിന്റെ എല്ലാം ബേസിക് സ്ട്രക്ചർ എല്ലാം സെയിം ആണ്. ഹെഡ് സ്റ്റോക്ക് ഉണ്ട്, ടെയിൽ സ്റ്റോക്ക് ഉണ്ട്, ലേത്ത് ബെഡ് ഉണ്ട്, കാരേജ്, കോമ്പൗണ്ട് റെസ്റ്റ്, ക്ലോസ് സ്ലൈഡ്, ടൂൾ പോസ്റ്റ്, ഇതെല്ലാം സെയിം ആണ്. പിന്നെ അതിന്റെ എല്ലാം ചില പ്രത്യേക ഫംഗ്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തതായിരിക്കാം. അതിന്റെ ഡ്രൈവ് കൊടുക്കുന്ന ചില പ്രത്യേക ഡിവൈസുകളായിരിക്കാം. ചിലത് കമ്പ്യൂട്ടർ കൺട്രോൾഡ് ആയിരിക്കാം, ചിലത് ഓട്ടോമാറ്റിക് മാനുവൽ ഇന്റർവെൻഷൻ ഇല്ലാതെ വർക്ക് ചെയ്യുന്നതായിരിക്കാം. നമ്പർ ഓഫ് ടൂൾസ് കൂടുതൽ യൂസ് ചെയ്യുന്നതായിരിക്കും. അതാണ് ടറക്റ്റ് ലേത്ത്. ഓക്കെ, ഇതേപോലെ ഒരുപാട് ടൈപ്പ് ലേത്തുകളാണ്. അപ്പൊ ഇതെല്ലാം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എക്സ്പ്ലനേഷൻ ആയിട്ട് ഇത് കൊടുത്തിരിക്കുന്നത്. എഞ്ചിൻ ലേത്ത്, സെന്റർ ലേത്ത്, ഇതാണ് ബെഞ്ച് ലേത്ത്. കണ്ടില്ലേ, ബെഞ്ചിലാണ് അത് അസംബിൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതാണ് ടൂൾ റൂം ലേത്ത്, ടൂളൊക്കെ ഷാർപ്പൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ ഒരു ടറക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ കാണുന്നതിനാണ് ടറക്റ്റ് എന്ന് പറയുന്നത്. അതിൽ ഒരുപാട് ടൂൾസ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇത് CNC ഓട്ടോമാറ്റിക് ലേത്ത് കണ്ടില്ലേ, അതിലൊരു കമ്പ്യൂട്ടർ കൺട്രോൾ കാണുന്നുണ്ട്. അവിടെ നമുക്ക് ആ സിസ്റ്റത്തിൽ പ്രോഗ്രാം ഫീഡ് ചെയ്തിട്ട് ആ പ്രോഗ്രാം ഉപയോഗിച്ചിട്ട് മാനുവൽ ഇന്റർവെൻഷൻ ഇല്ലാതെ മെഷീനിങ് ചെയ്യാൻ സാധിക്കും. ഇതും CNC ലേത്താണ്. കണ്ട, കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ ലേത്ത് അവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, റൈറ്റ്. അപ്പൊ റൈറ്റ് സൈഡിലായിട്ട് കണ്ടില്ലേ ഒരു സ്ക്രീൻ കാണാം, കീസ് കാണാം. അത് ഉപയോഗിച്ച് നമുക്ക് പ്രോഗ്രാം ലോഡ് ചെയ്യാം. നമ്മൾ ഈ ടൂളൊക്കെ എങ്ങനെ മൂവ് ചെയ്യണം എന്നുള്ളതാണ്. ടൂൾ ഏത് സൈഡിലേക്ക് മൂവ് ചെയ്യണം, എങ്ങനെ മൂവ് ചെയ്യണം, ഇതെല്ലാം കംപ്ലീറ്റ് നമുക്ക് പ്രോഗ്രാം വഴി മെഷീനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, CNC മെഷീന്റെ ഉൾഭാഗമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതിലും അതെ, ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് സ്പിൻഡിലും അതേപോലെ ചക്കും കാണിച്ചിട്ടുണ്ട്. ടറക്റ്റ് കാണിച്ചിട്ടുണ്ട്. ടറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ടൂൾസ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മെക്കാനിസമാണ് ടറക്റ്റ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഹെഡ് സ്റ്റോക്ക് എങ്ങനെ ഡ്രൈവ് ചെയ്യുന്നത് നമ്മൾ മുമ്പേ കണ്ടില്ലേ, കുറെ ഡ്രൈവ്സ് കണ്ടില്ലേ, അതിന്റെ ഉള്ളിലെ ഗിയർ മെക്കാനിസംസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഡിഫറെന്റ് സ്പീഡിൽ റൺ ചെയ്യാൻ പറ്റും. ദെൻ ഇത് പിന്നെ വരുന്നത് വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ആണ്. നമ്മൾ മുമ്പേ പറഞ്ഞല്ല, നമ്മള് മെറ്റീരിയൽ റിമൂവ് ചെയ്യണമെങ്കിൽ ആദ്യം വർക്കിനെ ഹോൾഡ് ചെയ്യണം, വർക്കിനെ നല്ല ഫേം ആയിട്ട് ഗ്രിപ്പ് കൊടുക്കണം അല്ലെ. അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസസ് ഏതൊക്കെയാണ്? ഒന്നാമത്തെ ചക്ക് വരും. പിന്നെ നമ്മുടെ ആ ഫിഗർ കണ്ടില്ലേ, ലൈവ് സെന്ററും ഡെഡ് സെന്ററും, അതാണ് സെന്റേഴ്സ് പറയുന്നത്. പിന്നെ ഫേസ് പ്ലേറ്റ് എന്ന് പറഞ്ഞ ഒരു ഡിവൈസ് ഉണ്ട്, ആംഗിൾ പ്ലേറ്റ് ഉണ്ട്, മാൻഡ്രിൽസ് ഉണ്ട്, ഫോളോവർ ആൻഡ് സ്റ്റഡി റെസ്റ്റുകൾ ഉണ്ട്. ഇതെല്ലാമാണ് സാധാരണഗതിയിൽ ലേത്തിൽ വർക്ക് ഹോൾഡ് ചെയ്യാൻ. നമ്മൾ മുമ്പേ എക്സാമ്പിൾ പറഞ്ഞത് ക്യാരറ്റ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ഹോൾഡ് ചെയ്യുന്ന പോലെ വർക്കിനെ നമ്മൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസസ് ആണ് ചക്ക്, സെന്റേഴ്സ്, ലൈവ് സെന്ററും ഡെഡ് സെന്ററും, ഫേസ് പ്ലേറ്റ്, ആംഗിൾ പ്ലേറ്റ്, മാൻഡ്രൽസ്, സ്റ്റഡി, ഫോളോവർ, റെസ്റ്റ്. ഇതിന്റെ എല്ലാം ഒരു ഫിഗർ നിങ്ങൾ കാണാം. ഇതാണ് ചക്ക്. രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട്. അതൊക്കെ മാഗ്നറ്റിക് ചക്ക് ഉണ്ട്. മാഗ്നറ്റിക് ചെറിയ വർക്ക് പീസ് ഒക്കെ ഹോൾഡ് ചെയ്യാൻ മാഗ്നറ്റിക് ചക്ക് മതി. ഇപ്പൊ അതിനകത്ത് ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ട്. നമ്മളത് എനർജൈസ് ചെയ്യുന്ന സമയത്ത് മാഗ്നറ്റിക് കപ്പാസിറ്റി ഉള്ള വർക്ക് പീസിനൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇത് 3 ജോ ചക്ക്, 3 ജോസ് കാണാം. ആ ജോ ഉപയോഗിച്ചാണ് വർക്കിനെ ഹോൾഡ് ചെയ്യുന്നത്. താഴെ കാണുന്നത് 4 ജോ ചക്കാണ്. 4 ജോ ചക്ക് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇറഗുലർ വർക്ക് പീസ്, എല്ലാം യൂണിഫോം ക്രോസ് സെക്ഷനുള്ള വർക്ക് പീസ് ആവണമെന്നില്ല. അപ്പൊ ചിലത് ഇറഗുലർ വർക്ക് പീസ് ആയിരിക്കും. ആ ഇറഗുലർ ഷേപ്പിലുള്ള വർക്ക് പീസ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 4 ജോ ചക്ക് യൂസ് ചെയ്യുന്നത്. ഇൻഡിപെൻഡന്റ് ചക്ക് എന്നും പറയും. ഇൻഡിപെൻഡന്റ് ചക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ജോസ്, താഴെയുള്ള ചക്കിന്റെ ജോസ് നമുക്ക് ഓരോന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷെ മുകളിലുള്ള 3 ജോ ചക്കിലാണെങ്കിൽ നമ്മൾ അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒന്നിച്ചായിരിക്കും. 3 ജോസും ഒരേപോലെയാണ് മൂവ് ചെയ്യാം. ഒരു സ്ലോട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഫേസിൽ, അതിലൂടെ 3 ജോസും ഒരേപോലെ മൂവ് ചെയ്യാം. ഓക്കെ, അതുകൊണ്ടാണ് യൂണിവേഴ്സൽ ചക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ചക്കിന്റെ ഫിഗേഴ്സ്, അത് ഹോൾഡ് ചെയ്യുന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇതെല്ലാ ഫിഗറുകളും ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കൊന്നും വേണ്ട, ഞാൻ പിന്നെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഓവർവ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്.
ഇതാണ് ലേത്ത് സെന്റർ. നമ്മൾ മുമ്പേ കാണിച്ച ലേത്തില് ലൈവ് സെന്ററും ഡെഡ് സെന്ററും ഉണ്ടായിരുന്നു അല്ലെ. ഈ സെന്റർ ഉപയോഗിച്ചിട്ടാണ് വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യുന്നത്. ഇതാണ് ലേത്ത് സെന്റേഴ്സ്. അപ്പൊ ഈ സെന്റർ എങ്ങനെ ഹോൾഡ് ചെയ്യുന്നു എന്നാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് അല്ലേ. വർക്ക് പീസിനെ എങ്ങനെയാണ് ഓർഡിനറി സെന്റർ, ഹാഫ് സെന്റർ, അങ്ങനെ ഇൻസേർട്ട് ടൈപ്പ് സെന്റർ, പൈപ്പ് സെന്റർ, ബോൾ സെന്റർ, ടിപ്പ്ഡ് സെന്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടൈപ്പ് ഓഫ് സെന്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇതാണ് ഫേസ് പ്ലേറ്റ്. നിങ്ങൾ കാണിച്ചിരിക്കുന്ന പോലെ ഈ സ്പിൻഡിലിന്റെ നമ്മൾ കണ്ടല്ലോ, ഹെഡ് സ്റ്റോക്കിന് വെളിയിലോട്ട് ഒരു സ്പിൻഡിൽ വരുന്നുണ്ട്. ആ സ്പിൻഡിലാണ് ഈ ഫേസ് പ്ലേറ്റ് ഫിക്സ് ചെയ്തിരിക്കുക. ഇതിൽ നമുക്ക് വർക്ക് പീസ് ഫിക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ വർക്ക് പീസ് അവിടെ കണ്ടില്ലേ. വർക്ക് പീസ് എങ്ങനെ ഫിക്സ് ചെയ്യുന്നത് അവിടെ കാണിച്ചിട്ടുണ്ട്. നെറ്റ് ബോൾട്ട് ഉപയോഗിച്ചിട്ടോ ക്ലാമ്പ് ഉപയോഗിച്ചിട്ടോ നമുക്ക് അവിടെ ഫിക്സ് ചെയ്യാൻ പറ്റും ഫേസ് പ്ലേറ്റിൽ. ഓക്കെ, എന്നിട്ട് നമുക്ക് ടൂൾ ഉപയോഗിച്ച് കട്ടിംഗ് ടൂൾ ഉപയോഗിച്ചിട്ടൊക്കെ നമുക്ക് മെഷീൻ ചെയ്യാൻ പറ്റും. അതിനാണ് ഫേസ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഇതാണ് ആംഗിൾ പ്ലേറ്റ്. ആംഗിൾ പ്ലേറ്റ് കണ്ടില്ലേ, ആംഗിൾ പ്ലേറ്റിന്റെ യൂസ് ഇവിടെ റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഫേസ് പ്ലേറ്റിന്റെ മുകളിൽ ആംഗിൾ പ്ലേറ്റ് വെച്ചിട്ട് അതിൽ ഡിഫറെന്റ് ഷേപ്പ് വർക്ക് പീസ് വെച്ച് അവിടെ നമുക്ക് മെഷീൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ദെൻ ഇത് ഡോഗ്സ് എന്നൊക്കെ പറഞ്ഞ ഇതേപോലെ നമുക്ക് വർക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ക്ലാമ്പുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിനാണ് ഈ ഡോഗ്സ്, ലേത്ത് ഡോഗ്സ് എന്ന് പറയുന്നത്. താഴെ ഫിഗറിൽ കാണിച്ചിട്ടുള്ള പോലെ വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് ഡിവൈസസ് ആണ് ഈ ഡോഗ്സ് ഒക്കെ. കേട്ടെ, ഇത് മാൻഡ്രൽസ് ആണ്. ഈ കാണിച്ചിരിക്കുന്ന എല്ലാം മാൻഡ്രൽസ് ആണ്. ടാപ്പേഡ് ആണ്. ടാപ്പേഡ് പ്ലെയിൻ മാൻഡ്രൽ ഉണ്ട്, കോളർ മാൻഡ്രൽ ഉണ്ട്, സ്റ്റെപ്പ് മാൻഡ്രൽ ഉണ്ട്. ഡിഫറെന്റ് ഡയമീറ്ററിലുള്ള വർക്ക് പീസ് ഹോൾഡ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മളിത് രണ്ട് സെന്ററിന്റെ ഇടയിൽ ഈ മാൻഡ്രൽ ഹോൾഡ് ചെയ്തിട്ട് അതിന്റെ മുകളിലാണ് വർക്ക് പീസ് വെക്കുക. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ വർക്ക് പീസ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ആണ്, മാൻഡ്രൽസ്. ഇത് റെസ്റ്റ് ആണ്. സ്റ്റഡി റെസ്റ്റും ഫോളോ ഓവർ റെസ്റ്റ് എന്നും പറയും. റെസ്റ്റ് ഈ ലോങ് വർക്ക് പീസ് ഒക്കെ വരികയാണെങ്കിൽ അതിന്റെ ഇടയിൽ ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ലേത്ത് ബെഡിലാണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നത്. ലേത്ത് ബെഡ് നിങ്ങൾ താഴെ ലെഫ്റ്റ് സൈഡിലുള്ള ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ലേത്ത് ബെഡ് ഉണ്ട്, അതിന്റെ മുകളിൽ ഒരു സ്റ്റഡി റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റഡി റെസ്റ്റിലാണ് നമ്മൾ സെന്ററിലായി കാണുന്നതാണ് വർക്ക് പീസ്. നല്ല വൈബ്രേഷൻ ഒന്നും ഇല്ലാതെ, നല്ല ഡിഫ്ലക്ഷൻസ് ഒന്നും ഇല്ലാതെ നല്ല ഫേം ആയിട്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് സ്റ്റഡി റെസ്റ്റ്. ഫോളോ ഓവർ റെസ്റ്റ്. ഫോളോ ഓവർ റെസ്റ്റ് എന്നുള്ള പേര് വരാൻ കാരണം സ്റ്റഡി റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേത്ത് ബെഡിൽ ഒരിടത്ത് ഫിക്സഡ് ആണ്. ഫോളോ ഓവർ റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂളിന്റെ കൂടെ ഈ റെസ്റ്റ് മൂവ് ചെയ്യും. എന്നുവെച്ചാൽ ടൂള് കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ടൂള് ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ട്, റൈറ്റ് സൈഡിൽ അതിന് രണ്ട് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എപ്പോഴും എന്താണ്, നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡിഫ്ലക്ഷൻസോ ചാറ്ററോ വൈബ്രേഷൻസോ വന്നു കഴിഞ്ഞാൽ അത് അതിന്റെ ക്വാളിറ്റിയെ, പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയെ അഫക്ട് ചെയ്യും. അപ്പൊ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഫോളോ ഓവർ റെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ലേത്തിന്റെ ഓപ്പറേഷൻ. ഇനി പഠിക്കേണ്ടത് ഇതാണ്, ലേത്തിന്റെ ഓപ്പറേഷൻ. നമ്മൾ ഇത്രയും നേരം പഠിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേത്തിന്റെ പാർട്സ് പഠിച്ചു, അതിന്റെ പ്രിൻസിപ്പിൾ പഠിച്ചു, വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ഏതൊക്കെയാണ് പഠിച്ചു. നിങ്ങൾക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ള ഒരു ഓപ്പറേഷൻ ആണ് ടേണിംഗ്. ടേണിംഗ് ഓപ്പറേഷൻ താഴെ കാണിച്ചിട്ടുണ്ട്. ടേണിംഗ് ഓപ്പറേഷൻ എക്സ്റ്റേണൽ ഓപ്പറേഷനും ഇന്റേണൽ ഓപ്പറേഷനും ഉണ്ട്, രണ്ടും കാണിച്ചിട്ടുണ്ട്. ടേണിംഗ് എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, ഒരു വർക്ക് പീസിൽ നിന്ന് നമ്മൾ ടൂൾ ഉപയോഗിച്ചിട്ട് അതിന്റെ ഔട്ടർ ഉള്ള മെറ്റീരിയൽ, അതിന്റെ സർക്കംഫറൻസിൽ നിന്ന് മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്നതിനാണ് ടേണിംഗ് എന്ന് പറയുന്നത്. ഒരു വർക്ക് പീസിന്റെ എൻഡ് ക്ലീൻ ചെയ്യുന്ന അല്ലെങ്കിൽ മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്നതിനാണ് ഫേസിംഗ് എന്ന് പറയുന്നത്. ഗ്രൂവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് ഗ്രൂവിംഗ് എന്ന് പറയാം. ഫോം എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് പ്രൊഫൈൽസ്, കർവ്ഡ് പ്രൊഫൈലൊക്കെ കണ്ടില്ലേ, അതൊക്കെ നമുക്ക് മെഷീൻ ചെയ്യാൻ എടുക്കാൻ പറ്റും. അതിനെയാണ് ഫോമിംഗ് ഓപ്പറേഷൻ എന്ന് പറയാ. പിന്നെ ത്രെഡ് കട്ടിങ്, നമ്മൾ ബോൾട്ടിലൊക്കെ കാണുന്ന പോലെ സ്പൈറൽ ഷേപ്സ് കൊണ്ടുവരാൻ, ത്രെഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ത്രെഡ് കട്ടിങ് യൂസ് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് ടേണിംഗ് എന്താണെന്ന് മനസ്സിലാക്കാം കേട്ടോ. അപ്പൊ ഇതിലും കാണിച്ചിട്ടുണ്ട് കണ്ടില്ലേ, വേറെയും കുറെ ഓപ്പറേഷൻസ് നമുക്ക് ലേത്തിൽ ചെയ്യാം. അതുകൊണ്ടാണ് ഇതിനെ ജനറൽ പർപ്പസ് മെഷീൻ എന്ന് പറയുന്നത്. കണ്ടോ, ചാംഫറിംഗ് ഓപ്പറേഷൻ ഈ കാണുന്നതാണ് ചാംഫറിംഗ് ഓപ്പറേഷൻ. ചാംഫറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് പീസിന്റെ എൻഡിൽ നമ്മൾ ഒരു 45 ഡിഗ്രിയിൽ ഒരു കട്ട് എടുക്കും, മനസ്സിലായോ? അതാണ് ചാംഫറിംഗ്. ടൂൾ വെച്ചിട്ട് നമ്മൾ ചാംഫറിംഗ് ഓപ്പറേഷൻ ചെയ്യുന്നത്. ഡ്രില്ലിംഗ് എന്ന് പറഞ്ഞാൽ ഹോൾ മേക്കിംഗ് പ്രോസസ് ആണ്. നമ്മൾ ഡ്രില്ല് യൂസ് ചെയ്യില്ല, വർക്ക് പീസിന്റെ എൻഡിൽ നമുക്ക് ഹോൾ മേക്ക് ചെയ്യാം, ഗ്രൂവ് ചെയ്യാം. അതുപോലെ റീമിംഗ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഡ്രിൽ ചെയ്ത ഹോളിനെ കുറച്ചുകൂടെ ഫൈൻ ആയിട്ട് ഫിനിഷിംഗ് കൊടുക്കുന്നതിനാണ് റീമിംഗ് ഓപ്പറേഷൻ എന്ന് പറയാ. ബോറിംഗ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് ബോറിംഗ് ഓപ്പറേഷൻ. ബോറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഡ്രിൽ ചെയ്ത ഒരു ഹോളിനെ നമ്മൾ എൻലാർജ് ചെയ്യുന്ന ഓപ്പറേഷനെയാണ് ബോറിംഗ് ഓപ്പറേഷൻ എന്ന് പറയാം. അതുപോലെ കാണുന്നതാണ് നേളിംഗ്. നേളിംഗ് എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, ഒരു ഗ്രിപ്പിംഗ് ഏരിയ, ഒരു
നമുക്ക് വർക്ക് പീസിന്റെ എൻഡിലായിട്ട് ഒരു ഗ്രിപ്പിംഗ് ഏരിയ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്യുന്നതാണ് നേളിംഗ് ഓപ്പറേഷൻ പറയാം. അപ്പൊ ഇത്രയും ഓപ്പറേഷൻസ് നമുക്ക് ലേത്തിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഓർമ്മിച്ച് വെക്കുക, ടേണിംഗ്, ഫേസിംഗ്, ഗ്രൂവിംഗ്, ഫോമിംഗ്, ത്രെഡിംഗ്, ചാംഫറിംഗ്, ഡ്രില്ലിംഗ്, ഫേസ് ഗ്രൂവിംഗ്, റീമിംഗ്, ബോറിംഗ്, നേളിംഗ്, ഇതെല്ലാം ലേത്തിൽ നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻസ് ആണ്. പിന്നെ നമുക്ക് വേറൊരു ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ടാപ്പർ ടേൺ ചെയ്യാം. ടാപ്പർ എന്ന് പറഞ്ഞാൽ ഈ കോണിക്കൽ ഷേപ്പിൽ നമുക്ക് മെഷീൻ ചെയ്യാൻ പറ്റും. വർക്ക് പീസ് കണ്ട കോണിക്കൽ ഷേപ്പിൽ ഒരു വർക്ക് പീസ് നമുക്ക് മെഷീൻ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ടാപ്പർ ടേണിങ്. അതിൽ ഒരുപാട് ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് ഫോം ടൂള്, അത് അത്രയും ലെങ്തിലുള്ള ഒരു ടൂൾ ഉപയോഗിച്ച് നമുക്ക് ടാപ്പർ ടേൺ ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കോമ്പൗണ്ട് റെസ്റ്റ് എന്നുള്ള പാർട്ട് ഒരു ഡിഫറെന്റ് ആംഗിളിൽ പ്ലേസ് ചെയ്തിട്ട് നമുക്ക് വർക്ക് പീസിൽ നിന്ന് മെറ്റീരിയൽ റിമൂവ് ചെയ്തിട്ട് ടാപ്പർ ടേൺ ചെയ്യാം. ഈ കാണിച്ചിട്ടുള്ള ഫിഗറിൽ കാണിച്ചിട്ടുള്ള പോലെ ഒരു ആൽഫ ആംഗിളിൽ തിരിച്ചു വെച്ചേക്കാണ് കോമ്പൗണ്ട് റെസ്റ്റ്. കോമ്പൗണ്ട് റെസ്റ്റ് തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂളും അതേപോലെ തിരിച്ചിട്ടുണ്ട്. ടൂൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മെഷീൻ ചെയ്ത് കഴിഞ്ഞാൽ ടാപ്പർ ടേൺ ചെയ്യാൻ പറ്റും. പിന്നെ ടാപ്പർ ടേണിങ് അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞൊരു സാധനം സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടുന്ന അറ്റാച്ച്മെന്റ്. അത് ലേത്തിൽ ഫിക്സ് ചെയ്തിട്ടും നമുക്ക് ടാപ്പർ ടേൺ ചെയ്യാം. ഓക്കെ, ഇതൊക്കെയാണ് ടാപ്പർ ടേണിങ് അറ്റാച്ച്മെന്റ്. അത് ത്രെഡ് കട്ടിങ് ഓപ്പറേഷൻ ആണ്. ത്രെഡ് കട്ടിങ്ങിൽ മെയിൻ ആയിട്ട് നമ്മൾ ലീഡ് സ്ക്രൂ, ഞാൻ പാർട്ട് പറഞ്ഞപ്പോ പറഞ്ഞായിരുന്നു, ലീഡ് സ്ക്രൂയിലൂടെയാണ് കാരേജ് മൂവ് ചെയ്യുന്നത്. ഈ ലീഡ് സ്ക്രൂ ഉപയോഗിച്ചിട്ട് ഓട്ടോമാറ്റിക് ഫീഡ് കൊടുത്തിട്ട് നമുക്ക് ത്രെഡ് കട്ട് ചെയ്യാം. അതാണ് ത്രെഡ് കട്ടിങ് കേട്ടോ. അതൊരു ഓപ്പറേഷൻ ആണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ സാധാരണഗതിയിൽ ലേത്തില് ഉള്ള ഓപ്പറേഷൻസ്. ഇതാണ് ടറക്റ്റ് ലേത്ത്. ഞാൻ മുമ്പേ പറഞ്ഞത് ടറക്റ്റ് ലേത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ടൂൾസ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഈ ഹെക്സഗണൽ ടറക്റ്റ് നിങ്ങൾ കാണിച്ചിട്ടുള്ള ഹെക്സഗണൽ, അപ്പൊ 6 ടൂള് വരെ നമുക്ക് ഇതിനകത്ത് ഹെക്സഗണൽ ടറക്റ്റിൽ അറ്റ് എ ടൈം. അപ്പൊ അതിനെ നമ്മൾ ഇൻഡെക്സ് ചെയ്യാം, അതായത് ആ കട്ടിങ് പൊസിഷനിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് അതിനെ വർക്ക് പീസിൽ കട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ടറക്റ്റ് ലേത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ചക്ക്, കോളർ ചക്ക്. CNC മെഷീനിൽ യൂസ് ചെയ്യുന്ന ചക്കാണ് കോളർ ചക്ക്. ഈ കാണിച്ചിരിക്കുന്നതാണ് കോളർ ചക്ക് കേട്ടോ. നമ്മൾ മുമ്പേ പറഞ്ഞായിരുന്നു എന്തൊക്കെ 3 ജോ ചക്ക്, 4 ജോ ചക്ക്, മാഗ്നറ്റിക് ചക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് കൺവെൻഷണൽ ലേത്തിൽ യൂസ് ചെയ്യാം. CNC കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ ലേത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ചക്കാണ് കോളർ ചക്ക്. ഈ കാണിച്ചിരിക്കുന്നതാണ് കോളർ ചക്ക് കേട്ടോ. ഓക്കെ, ദെൻ ടൂൾ ഹോൾഡിംഗ് ഡിവൈസ് നമുക്കറിയാം. ടൂൾ ഹോൾഡ് ചെയ്യാൻ ടൂൾ പോസ്റ്റ് ഉണ്ട്. ടൂൾ പോസ്റ്റിലാണ് ടൂൾ ഹോൾഡ് ചെയ്യുന്നത്. അപ്പൊ അതിനുവേണ്ടി ഡിഫറെന്റ് ബാഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ലേത്തിനെ പറ്റി പറയുന്നത്. ഓട്ടോമാറ്റിക് ലേത്ത്. ഓട്ടോമാറ്റിക് ലേത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതാണ് ഓട്ടോമാറ്റിക് ലേത്ത്. വിത്തൗട്ട് മാനുവൽ ഇന്റർവെൻഷൻ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. സെമി ഓട്ടോമാറ്റിക് ഉണ്ട്. കുറച്ച് കാര്യങ്ങൾ നമുക്ക് മാനുവലായിട്ട് ചെയ്യാം. ബാക്കിയുള്ള കാര്യങ്ങൾ ഓപ്പറേഷൻസ് എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യും. ഇതൊക്കെയാണ് ഓട്ടോമാറ്റിക് ലേത്ത്, സെമി ഓട്ടോമാറ്റിക് ലേത്ത്. പിന്നെ ലാസ്റ്റിൽ വരുന്നതാണ് CNC ലേത്ത്, കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ ലേത്ത്. ദെൻ ഡ്രില്ലിംഗ് ഓപ്പറേഷൻ അടുത്താണ്. അപ്പൊ നമ്മൾ ടേണിംഗ് ഓപ്പറേഷൻ കണ്ടല്ലോ, അത് ലേത്ത് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. ഡ്രില്ലിംഗ് ഓപ്പറേഷൻ നമുക്ക് വന്നു കഴിഞ്ഞാൽ, ഡ്രില്ലിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഹോൾ മേക്കിംഗ് ആണ് അല്ലെ. ഇതാണ്, ഇതുപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഹാൻഡ് ഡ്രില്ല് ഉപയോഗിച്ചിട്ട് നമ്മുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും ഹോളൊക്കെ മേക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ഇലക്ട്രീഷ്യൻസും പ്ലംബർമാരും ഒക്കെ കൊണ്ടുവരുന്നതാണ്. അപ്പൊ അവര് യൂസ് ചെയ്യുന്നതാണ് ഡ്രില്ല്, ഹാൻഡ് ഡ്രില്ല്. അപ്പൊ അതേപോലെ ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ട് നമ്മുടെ വർക്ക്ഷോപ്പുകളിലൊക്കെ, പ്രൊഡക്ഷൻ വർക്ക്ഷോപ്പുകളിലൊക്കെ, ലാബുകളിലൊക്കെ ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ട്. അപ്പൊ ഇതൊരു ഡ്രില്ലിംഗ് മെഷീൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഡ്രില്ലിംഗ് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ പ്രൊഡ്യൂസിങ് എ ഹോൾ, സർക്കുലർ ക്രോസ് സെക്ഷനിൽ ഒരു ഹോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനെയാണ് ഡ്രില്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരുപാട് ടൈപ്പ് ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ട്. പോർട്ടബിൾ ഡ്രില്ലിംഗ് മെഷീൻ, സെൻസിറ്റീവ് ഡ്രില്ലിംഗ് മെഷീൻ, റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻ, അപ്രൈറ്റ് ഡ്രില്ലിംഗ് മെഷീൻ, മൾട്ടിപ്പിൾ സ്പിൻഡില്, ടറക്റ്റ് ടൈപ്പ്, അങ്ങനെ ഒരുപാട് ടൈപ്പ്. പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ അറിയാം, നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്. സെൻസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസ് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ഡ്രില്ലിങ്ങിന്റെ ഓപ്പറേഷൻ നമുക്ക് മാനുവലായിട്ട് സെൻസ് ചെയ്യാൻ പറ്റുന്നതാണ് സെൻസിറ്റീവ്. അതുപോലെ റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയൽ ആം ഒക്കെ ഉണ്ടാവും, അതിലാണ് നമ്മൾ ഡ്രില്ലിന്റെ ഹെഡ് കണക്ട് ചെയ്യുന്നത്. അതാണ് റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻ. ഒരേ സമയത്ത് ഒരുപാട് ഡ്രില്ലിംഗ് ഓപ്പറേഷൻ ചെയ്യാം, അതാണ് മൾട്ടിപ്പിൾ സ്പിൻഡിലും ഗാങ് ഡ്രില്ലിംഗ് മെഷീനും. അപ്പൊ ഇതുപോലെ ഒരുപാട് ടൈപ്പ് ഡ്രില്ലിംഗ് മെഷീൻസ് ഉണ്ട്. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഡ്രില്ലിംഗ് മെഷീൻ ആണ് സെൻസിറ്റീവ് ഡ്രില്ലിംഗ് മെഷീൻ. നമ്മള് സാധാരണ വർക്ക്ഷോപ്പുകളിലൊക്കെ കാണാൻ ചെറിയ ഹോൾസ് ഒക്കെ, ചെറിയ ഓപ്പറേഷൻസ് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിലെ സെൻസിറ്റീവ് എന്നുള്ള പേര് വരാൻ കാരണം മാനുവലായിട്ട് നമുക്ക് ഡ്രില്ലിങ്ങിന്റെ ആ ഓപ്പറേഷൻ സെൻസ് ചെയ്യാൻ പറ്റും, എത്ര ആഴത്തിലാണ് നമുക്ക് ഡ്രില്ല് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ സെൻസ് ചെയ്യാൻ പറ്റും. അതാണ് സെൻസിറ്റീവ് ഡ്രില്ലിംഗ് മെഷീൻ.
ഓക്കെ, ഇത് ഫ്ലോർ മൗണ്ടിങ് സെൻസിറ്റീവ് ഡ്രില്ലിംഗ് മെഷീൻ. നിങ്ങൾ കണ്ടാൽ അറിയാം, ഒരു ബേസ് ഉണ്ട്, ഒരു കോളം ഉണ്ട്, കണ്ടില്ലേ? ഒരു ബേസ് കൊടുത്തിട്ടുണ്ട്, ഒരു കോളം കൊടുത്തിട്ടുണ്ട്. അതിന്റെ മുകളിൽ ഒരു മോട്ടറിൽ നിന്ന് ഡ്രിൽ ഹെഡിലേക്ക് ഒരു ഡ്രൈവ് കൊടുത്തിട്ടുണ്ട് പുള്ളി വഴി. ഒരു താഴെ ഡ്രില്ലുണ്ട്. ഈ ടേബിളിലാണ് വർക്ക് പീസ് ഹോൾഡ് ചെയ്യുന്നത്. നമുക്ക് ഈ ഡ്രിൽ ഫീഡ് ഹാൻഡിൽ താഴ്ത്തി കഴിഞ്ഞാൽ ഈ ഡ്രില്ല് വന്നിട്ട് അതിനകത്ത് ഹോൾ ഡ്രിൽ ചെയ്യും. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് അപ്രൈറ്റ് ഡ്രില്ലിംഗ് മെഷീൻ. ഈ കാണിച്ചിരിക്കുന്നതാണ്. ഇതേപോലെ തന്നെ ഒരുവിധം എല്ലാ പാർട്സും സെയിം ആയിരിക്കും. ബേസ്, കോളം, ടേബിള്, ഡ്രിൽ ഹെഡ്, അങ്ങനെ ഒരുപാട് കമ്പോണൻസ് ഉള്ളതാണ് ഡ്രില്ലിംഗ് മെഷീൻ കേട്ടോ. ഇതാണ് റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻ. സാധാരണഗതിയിൽ നമ്മൾ വൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രില്ലിംഗ് മെഷീനാണ്. ഇതിൽ ഈ പറഞ്ഞ പോലെ പാർട്സ് ഇതൊക്കെയാണ്. ബേസ് ഉണ്ടാവാം, 2 കോളമാണ്, 3 റേഡിയൽ ആമത്തെ. അതുകൊണ്ടാണ് ഇതിനെ റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നത്. മുകളിലൊരു മോട്ടർ കൊടുത്തിട്ടുണ്ട്, ഒരു 5 എലിവേറ്റിംഗ് സ്ക്രൂ കൊടുത്തിട്ടുണ്ട്. ദെൻ ഡ്രിൽ ഹെഡ്, 8ാമത്തെ കണ്ടില്ലേ, ഡ്രിൽ ഹെഡ്, ഡ്രിൽ സ്പിൻഡിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴെയായിട്ടാണ് ഡ്രില്ല് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുക. താഴെ ടേബിൾ ഉണ്ട്, ആ ടേബിളിലാണ് വർക്ക് പീസ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്കിത് റൊട്ടേറ്റ് ചെയ്ത് താഴേറ്റ് കൊണ്ടുവന്ന് നമുക്ക് ഡ്രിൽ ചെയ്യാൻ പറ്റും. ഇതാണ് റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻ. ഓക്കെ, ഇതേപോലെ ഇതാണ് ഗാങ് ഡ്രില്ലിംഗ്. ഗാങ് ഡ്രില്ലിംഗ് ഉണ്ടാക്കും ഒരുപാട് ഓപ്പറേഷൻസ്, ഒരുപാട് ഡ്രില്ലിംഗ് ഓപ്പറേഷൻ അറ്റ് എ ടൈം നമുക്ക് ഗാങ് ഡ്രില്ലിംഗിൽ മൾട്ടിപ്പിൾ സ്പിൻഡിൽ ഡ്രില്ലിംഗിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ടൈപ്പ് ഓഫ് ഡ്രിൽസ് ഉണ്ടല്ലേ. ഹാഫ് റൗണ്ട് ഡ്രില്ല്, സെൻട്രൽ ഡ്രില്ല്, സ്റ്റെപ്പ് ഡ്രില്ല്, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഡ്രിൽസ് യൂസ് ചെയ്യുന്നുണ്ട്. റൈറ്റ്, ഈ ഡ്രില്ല് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഡ്രില്ല് കേട്ടോ. നമ്മൾ സാധാരണഗതിയിൽ ഹാൻഡ് ഡ്രില്ലൊക്കെ വീട്ടിൽ വരുന്ന അതെടുത്ത് എടുത്തു നോക്കിയാൽ അറിയാം. അതുപോലെ ഫ്ലൂട്ട്സ് ഒക്കെയുള്ള മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂൾ ആണ് ഡ്രില്ല്. ഓക്കെ, അപ്പൊ ഇതിന്റെ പാർട്സ് ആണ് ഈ കാണിച്ചിരുന്നത്. ഷാങ്ക്, ബോഡി, നെക്ക്, അതിന്റെ ഹീലാണ്, ഫ്ലൂട്ട്, ലാൻഡ്, അങ്ങനെ ഒരുപാട് പാർട്സ് അടങ്ങിയതാണ് ഡ്രില്ല്. അപ്പൊ അതിന്റെ ഫ്ലൂട്ടിന്റെ ആംഗിൾ ആണ് ഈ ഹെലിക്സ് ആംഗിൾ എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ഡിഫറെന്റ് ഓപ്പറേഷൻ. നമുക്ക് ഡ്രില്ലിംഗ് മെഷീനിൽ ഏതൊക്കെ ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ ഡ്രില്ലിംഗ്, ഹോൾ മേക്കിംഗ് ഓപ്പറേഷൻ. അതിനുശേഷം റീമിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ. റീമിംഗ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഡ്രിൽ ചെയ്ത ഹോളിനെ നമ്മൾ ഒന്നുകൂടെ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൈന്യൂട്ട് കട്ട്, മൈക്രോൺ ലെവലിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അതിനാണ് റീമിംഗ് എന്ന് പറയാം. പിന്നെ ബോറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഡ്രിൽ ചെയ്ത ഹോളിനെ എൻലാർജ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ബോറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ടാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇന്റേണൽ ത്രെഡ് കട്ട് ചെയ്യാണ്. ത്രെഡ് കട്ട് ചെയ്യുന്നതിനാണ് ടാപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ സ്പോട്ട് ഫേസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രിൽ ചെയ്ത ഹോളിന്റെ ഫേസിൽ ഒന്ന് ക്ലീൻ ചെയ്യുന്ന അല്ലെങ്കിൽ മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്നതിനാണ് സ്പോട്ട് ഫേസിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് സാധാരണ ഡ്രില്ലിംഗ് മെഷീനിൽ ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ്. പിന്നെ വരുന്നത് മില്ലിംഗ് മെഷീനാണ്. മില്ലിംഗ് മെഷീനിൽ നമുക്ക് പല പ്രൊഫൈലിലുള്ള കട്ട് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഗിയർ വരെ കട്ട് ചെയ്യാം. ഗിയർ കട്ട് ചെയ്യാൻ വരെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? മില്ലിംഗ് മെഷീൻ. മില്ലിംഗ് മെഷീനിലെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂൾ ആണ്. നിങ്ങൾ താഴെ കാണുന്ന ഫിഗർ ഉണ്ടോ, മില്ലിംഗ് കട്ടർ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അതില് മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂൾ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ വർക്ക് പീസ് ഉണ്ട്, പിന്നെ ഫീഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് റൈറ്റിലോട്ട് മൂവ് ചെയ്യാണ് കേട്ടോ. ആ ഫീഡ് കൊടുത്തിട്ട് മില്ലിംഗ് കട്ടർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗം അത് റിമൂവ് ചെയ്യും അതിന്റെ കട്ടിംഗ് ടീത്ത് ഉപയോഗിച്ചിട്ട്. അപ്പൊ ഇതാണ്. അപ്പൊ ദിസ് ഈസ് എ മെഷീൻ ടൂൾസ് ദാറ്റ് റിമൂവ്സ് മെറ്റീരിയൽ ആസ് ദ വർക്ക് ഈസ് സ്പ്രെഡ് അഗെയിൻസ്റ്റ് ദ റൊട്ടേറ്റിംഗ് കട്ടർ. അപ്പൊ കട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നു, വർക്ക് പീസ് ഫീഡ് കൊടുക്കുന്നു. അപ്പൊ ആ സമയത്ത് നമ്മൾ മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്നു. അതുപോലെ പല പ്രൊഫൈൽസിൽ നമുക്ക് മെറ്റീരിയൽ റിമൂവ് ചെയ്യാം, ഗിയർ വരെ നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. അതാണ് മില്ലിംഗ് മെഷീൻ. ഇപ്പൊ ടൈപ്പ് ഓഫ് മില്ലിംഗ് മെഷീൻ ഒരുപാട് ടൈപ്പ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ കോളം ആൻഡ് നീ ടൈപ്പ് മില്ലിംഗ് മെഷീൻ, യൂണിവേഴ്സൽ മില്ലിംഗ് മെഷീൻ ഉണ്ട്, വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീൻസ് ഉണ്ട്, സിംപ്ലക്സ്, ഡ്യൂപ്ലക്സ്, ട്രിപ്ലക്സ് എന്ന് പറഞ്ഞ മില്ലിംഗ് മെഷീൻസ് ഉണ്ട്, ഡ്രം ടൈപ്പ്, റോട്ടറി, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് മില്ലിംഗ് മെഷീൻസ് ഉണ്ട്. പിന്നെ ബേസിക് പാർട്സ് ഇതൊക്കെയാണ്. നിങ്ങൾ ഈ കാണുന്നതാണ് ബേസിക് പാർട്സ്. കാരണം താഴെ കാണാനല്ല, അതിന്റെ ബേസ് ഉണ്ട്, കോളം ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം മുകളിലൊരു ഓവറാം കാണാം. ആ ഓവറാമില് ഒരു ആർബർ ബ്രാക്കറ്റ് ഉണ്ട്. ആർബർ എന്ന് പറഞ്ഞ ഒരു ഷാഫ്റ്റ് ഉണ്ട്. ആ ഷാഫ്റ്റിലാണ് കട്ടർ നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. കട്ടിംഗ് ടൂൾ എന്ന് കാണിച്ചിട്ടുണ്ട് അല്ലെ, മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂൾ ആണ്. മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂൾ ഫിക്സ് ചെയ്യുന്ന ഭാഗത്തിനൊക്കെ എന്താ പറയുക, ആർബർ. അതിന്റെ താഴെ ടൂൾ ഹോൾഡ് ചെയ്യും. ഇപ്പൊ ഏത് മെഷീൻ ആയാലും നമുക്ക് വർക്ക് ഹോൾഡ് ചെയ്യണം, ടൂൾ ഹോൾഡ് ചെയ്യണം. വർക്ക് ഹോൾഡ് ചെയ്യാനാണ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ടേബിളിന്റെ മുകളിൽ ഒരു വൈസ് കൊടുത്തിട്ടുണ്ട്. ആ വൈസിലാണ് വർക്ക് ഹോൾഡ് ചെയ്യുന്നത്. ബ്ലാക്ക് കളറിൽ കാണുന്നതാണ് വർക്ക്. അതിന്റെ മുകളിൽ ആർബറിലാണ് ടൂൾ ഹോൾഡ് ചെയ്യുന്നത്. അപ്പൊ വർക്ക് ഹോൾഡ് ചെയ്യാൻ വൈസ് ഉണ്ട്. വൈസ് ഫിക്സ് ചെയ്തിരിക്കുന്ന ടേബിളിന്റെ മുകളിലാണ്.
ടൂള് ഹോൾഡ് ചെയ്യാൻ ആർബർ ഉണ്ട്. ആർബർ ഫിക്സ് ചെയ്തിരിക്കുന്നത് ഈ ഓവറാമിലും കോളത്തിലും കൂടാണ്. അപ്പൊ താഴെയുള്ളതാണ് ബേസ്. അതിന്റെ മെയിൻ ഡ്രൈവിംഗ് മെക്കാനിസം ഒക്കെ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ഭാഗമാണ് കോളം. കോളത്തിന്റെ മുകളിൽ ഒരു ഓവറാം ഉണ്ട്. ഓവറാമില് അതിന്റെ ബ്രാക്കറ്റിലാണ് ആർബർ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ആർബറിലാണ് ടൂള് മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂള് കൊടുത്തിരിക്കുന്നത്. അതേപോലെ നമ്മുടെ ടൂള് ഫിക്സ് ചെയ്തിരിക്കുന്ന ടേബിളിന്റെ മുകളിലാണ്. ടേബിൾ നമുക്ക് പല ആക്സിസിൽ മൂവ് ചെയ്യണമല്ലോ. വർക്ക് പീസിനെ പല കട്ട് എടുക്കേണ്ടി വരും അല്ലെ, പല പ്രൊഫൈൽ എടുക്കേണ്ടി വരും, പല ലോഞ്ചിറ്റ്യൂഡിലായിട്ടും ട്രാവേഴ്സ് ആയിട്ടും ഒക്കെ നമുക്ക് കട്ട് എടുക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ടേബിളിന് ഡ്രൈവിംഗ് മെക്കാനിസം ക്രോസ് ഫീഡ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ, വെർട്ടിക്കൽ ട്രാവേഴ്സ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്, ക്രോസ് ട്രാവേഴ്സ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ പല ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ മുകളിൽ വൈസ് വെച്ചിട്ട് അതിലാണ് നമ്മൾ ജോബ് ഹോൾഡ് ചെയ്യുന്നത്. ഇതാണ് വെർട്ടിക്കൽ മില്ലിംഗ് മെഷീൻ. വെർട്ടിക്കൽ മില്ലിംഗ് മെഷീൻ നിങ്ങൾ നോക്കിയാൽ അറിയാം, കട്ടറിന്റെ ആക്സിസ് വെർട്ടിക്കലാണ്. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. കട്ടറിന്റെ ആക്സിസിൽ വെർട്ടിക്കലാണ്. ഇതാണ് ഹൊറിസോണ്ടൽ. കട്ടറിന്റെ ആർബർ ഹൊറിസോണ്ടൽ ആയിട്ട് തന്നെ. അപ്പൊ കട്ടിംഗ് ടൂള് അല്ലെങ്കിൽ മൾട്ടി പോയിന്റ് കട്ടർ ഹൊറിസോണ്ടൽ ആക്സിസിലാണ്. അതാണ് ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീൻ. വെർട്ടിക്കൽ ആയിട്ടാണെങ്കിൽ നിങ്ങൾ നോക്കുക, സ്പിൻഡിലും കട്ടറും ബാക്കിയുള്ള കമ്പോണൻസ് എല്ലാം സെയിം ആണ്. ഇവിടെ ബേസ് ഉണ്ട്, കോളം ഉണ്ട്, മില്ലിംഗ് ഹെഡ് ഉണ്ട്. അതിന്റെ താഴെ ഈ സ്പിൻഡിലും കട്ടറും വെർട്ടിക്കൽ ആക്സിസ് ആണ്. അതുകൊണ്ടാണ് അതിന് വെർട്ടിക്കൽ മില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ചില മില്ലിംഗ് മെഷീനിൽ വെർട്ടിക്കൽ ആയിട്ടും കട്ട് ചെയ്യാം, ഹൊറിസോണ്ടൽ ആയിട്ടും കട്ട് ചെയ്യാം. അതിനെയാണ് യൂണിവേഴ്സൽ മില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീൻ ഉണ്ടാവും, വെർട്ടിക്കൽ അറ്റാച്ച്മെന്റും കൊടുത്തിട്ടുണ്ടാവും. അതിനാണ് യൂണിവേഴ്സൽ മില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കി ടൂള് ഹോൾഡ് ചെയ്യുന്നതും വർക്ക് ഹോൾഡ് ചെയ്യുന്നതെല്ലാം സെയിം. ഇപ്പൊ പല യൂണിവേഴ്സൽ മില്ലിംഗ് മെഷീൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇതൊക്കെയാണ് വർക്ക് ഹോൾഡിംഗ് ഡിവൈസ്. നമുക്ക് വൈസ് അവിടെ കണ്ടു അല്ലെ. അതുപോലെ ഡിഫറെന്റ് ക്ലാംസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ടേബിളിന്റെ മുകളിൽ പല ടൈപ്പ് ക്ലാമ്പ്, നെറ്റ് ബോൾട്ട് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഈ കാണിച്ചിരിക്കുന്നതാണ് പല രീതിയിൽ നമുക്ക് വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യാൻ. ആംഗിൾ പ്ലേറ്റ് ഉപയോഗിച്ച്, വി ബ്ലോക്ക് ഉപയോഗിച്ച്, വൈസ് ഉപയോഗിച്ച് ഒക്കെ നമുക്ക് വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് നമ്മൾ ടേബിളിൽ ഫിക്സ് ചെയ്യണം. ദെൻ ടൂൾ ഹോൾഡ് ചെയ്യാൻ ഞാൻ ഹാർബർ പറഞ്ഞു. ഇതാണ് മില്ലിംഗ് കട്ടർ. ഈ കാണിച്ചിരിക്കുന്നതാണ് മില്ലിംഗ് കട്ടർ. അപ്പൊ അത് സ്ലാബ് മില്ലിംഗ്, പ്ലെയിൻ മില്ലിങ്ങിന് വേണ്ടിയിട്ടാണ്. ഒരു വർക്ക് പീസിന്റെ മുകളിൽ നിന്ന് നമുക്ക് മെറ്റീരിയൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ലാബ് അല്ലെങ്കിൽ പ്ലെയിൻ മില്ലിംഗ് കട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സൈഡ് ഭാഗം മെഷീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സൈഡ് മില്ലിംഗ് കട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. സ്ലിറ്റിംഗ് സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വളരെ തിൻ ആയിട്ടുള്ള ഒരു കട്ടിങ് മൾട്ടി പോയിന്റ് കട്ടറാണ്. നമുക്ക് ഗ്രൂവ്സ് ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ഓക്കെ, എൻഡ് മില്ല് യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് എൻഡ് മില്ല്, നടുവിൽ കാണുന്നതാണ് എൻഡ് മില്ല് കേട്ടോ. ഫേസ് മില്ലിംഗ് കട്ടറാണ് ഈ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. പല പ്രൊഫൈൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല കട്ടേഴ്സ് ആണ്, പല ടൈപ്പ് കട്ടേഴ്സ് ആണ്. അപ്പൊ സ്ലാബ് മില്ലിംഗ് കട്ടർ ഉണ്ട്, സൈഡ് മില്ലിംഗ് കട്ടർ ഉണ്ട്, സ്ലിറ്റിംഗ് സോ ഉണ്ട്, എൻഡ് മില്ലിംഗ് കട്ടർ, ഫേസ് മില്ലിംഗ് കട്ടർ, ടീ സ്ലോട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടീ സ്ലോട്ട് മില്ലിംഗ് കട്ടർ. പിന്നെ ഞാൻ പറഞ്ഞു മില്ലിംഗ് മെഷീനിൽ നമുക്ക് ഗിയർ കട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഇൻവല്യൂട്ട് ഗിയർ മില്ലിംഗ് കട്ടർ കൊടുത്തേക്കുന്നത്. ഓക്കെ, മില്ലിംഗ് ആണ്. ഇതൊക്കെയാണ് മില്ലിംഗ് ഓപ്പറേഷൻ. സാധാരണഗതിയിൽ ഞാൻ മുമ്പേ പറഞ്ഞു, നമുക്ക് പല രീതിയിൽ പ്രൊഫൈൽ കട്ട് ചെയ്യാം, ഗിയർ വരെ കട്ട് ചെയ്യാം. ഓക്കെ, ഈ കാണിച്ചിരിക്കുന്നതാണ് എങ്ങനെയാണ് അത് കട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചത്. ഫേസ് മില്ലിംഗ് ആണ് കാണിച്ചിരിക്കുന്നത്. ഒരു ജോബിന്റെ ഫേസിൽ മില്ല് ചെയ്യാനാണ്, മില്ല് ചെയ്യുന്ന മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത്. എൻഡ് മില്ല് കട്ട് ചെയ്യുന്നത് നോക്കുക. എൻഡ് മില്ല് ഇതേപോലെ പല പ്രൊഫൈലിൽ കട്ട് ചെയ്യാം, ടീ സ്ലോട്ട് കട്ട് ചെയ്യാം. ഓക്കെ, ഈ കാണിച്ചിരിക്കുന്ന അപ്പ് മില്ലിംഗ് ആൻഡ് ഡൗൺ മില്ലിംഗ് ആണ്. എനിക്ക് തോന്നുന്നു സുരേഷ് സാർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു, അപ്പ് മില്ലിങ്ങും ഡൗൺ മില്ലിങ്ങും. അപ്പൊ ആദ്യത്തെ കണ്ടില്ലേ, ഫീഡ് ഏത് ഡയറക്ഷനിലാണെന്ന് നോക്കുക. കട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കുക. കട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നത് കണ്ടില്ലേ, ആന്റി ക്ലോക്ക് വൈസ് ആണ്. ആന്റി ക്ലോക്ക് വൈസ് കട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നു. ഫീഡ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പോകുന്നു. അപ്പോഴാണ് ഈ കട്ട് എടുക്കുന്നത്. കണ്ടില്ലേ, കട്ട് എടുക്കുന്നതാണ്. ഇതാണ് അപ്പ് മില്ലിംഗ്. ഡൗൺ മില്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫീഡ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുന്നു. കട്ടറിന്റെ റൊട്ടേഷൻ നോക്കുക, ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ ആദ്യം എങ്ങനെയാണ്, കൂടുതൽ മെറ്റീരിയൽ ഇനിഷ്യലി റിമൂവ് ചെയ്യും, പിന്നെ ഗ്രാജുവലി മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്നത് അതിന്റെ തിക്നെസ് കുറഞ്ഞു വരും. ഇതാണ് ഡൗൺ മില്ലിംഗ്. ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് കട്ടറിന്റെ റൊട്ടേഷൻ, മറ്റേത് അപ്വേർഡ് ഡയറക്ഷനിലാണ് കട്ടർ റൊട്ടേഷൻ. ആന്റി ക്ലോക്ക് വൈസ് ആണ് അപ്പ് മില്ലിങ്ങിന്, ക്ലോക്ക് വൈസ് ആണ് ഡൗൺ മില്ലിങ്ങിന്. ഓക്കെ, ഇത് ചോദിച്ചാൽ എഴുതണം അപ്പ് മില്ലിംഗ് എങ്ങനെയാണ്, ഡൗൺ മില്ലിംഗ് എങ്ങനെയാണെന്നുള്ളത്. ഈ ഫിഗർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫീഡ് നോക്കുക, കട്ടറിന്റെ റൊട്ടേഷൻ മെയിൻ ആയിട്ട് നോക്കുക. കട്ടറിന്റെ റൊട്ടേഷനില് അപ്പ് മില്ലിംഗിൽ ആദ്യം ഇനിഷ്യലി വളരെ തിൻ ആയിട്ടുള്ള മെറ്റീരിയൽ റിമൂവ് ചെയ്യുക. കട്ട് ചെയ്യുന്നതോറും അതിന്റെ തിക്നെസ് കൂടി വരും.
ഡൗൺ മില്ലിങ്ങിൽ ഇനിഷ്യലി കട്ട് ചെയ്യുന്നത് കൂടുതൽ മെറ്റീരിയൽ റിമൂവ് ചെയ്യും, താഴോട്ട് വരുന്തോറും അതിന്റെ തിക്നെസ് കുറഞ്ഞു. ഓക്കെ, പിന്നെ സ്ലോട്ട് കട്ടർ ഉണ്ട്, ടീ സ്ലോട്ട് കട്ട് ചെയ്യാം, ഡൗട്ടൈൽ സ്ലോട്ട് കട്ട് ചെയ്യാം. ഇതൊക്കെ നമുക്ക് മില്ലിംഗ് മെഷീനിൽ കട്ട് ചെയ്യാം. സ്ലിറ്റിംഗ് സോ ഉണ്ടല്ലേ, സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാർട്ടിനെ വർക്ക് പീസിനെ സെപ്പറേറ്റ് ചെയ്യാം. സ്ട്രാഡിൽ മില്ലിംഗ് എന്ന് പറഞ്ഞാൽ 2 മില്ലിംഗ് കട്ടർ ഉപയോഗിച്ച് ഒരു വർക്ക് പീസിന്റെ 2 സൈഡും നമുക്ക് കട്ട് ചെയ്യാം. പിന്നെ ഫോം മില്ലിംഗ്, പല പ്രൊഫൈൽസ്, പല ഷേപ്പിൽ, പല കർവേച്ചറിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഫോം മില്ലിംഗ്. ഓക്കെ, പിന്നെ ഇൻഡെക്സിംഗ് എന്ന് പറഞ്ഞൊരു മെക്കാനിസം ഉണ്ട്. അതായത് നമ്മൾ സാധാരണ ഗിയർ കട്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ സർക്കംഫറൻസിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസമാണ് ഇൻഡെക്സിംഗ് മെക്കാനിസം. അത് മില്ലിംഗ് മെഷീനിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മില്ലിംഗ് മെഷീനിൽ ഗിയർ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഗിയർ കട്ട് ചെയ്യുന്ന സമയത്ത്, ഗിയർ എന്ന് പറഞ്ഞാൽ ടൂത്തിന്റെ വീൽ എന്നാണ് പറയാ, നമ്പർ ഓഫ് ടീത്ത് നമുക്ക് ഒരു സർക്കിളായി കാണിച്ചിരിക്കുന്ന പോലെ കണ്ടില്ലേ, വോം പീൽ എന്ന് കാണിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ നമ്പർ ഓഫ് ടീത്ത് കട്ട് ചെയ്യണം. ആ ടീത്ത് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന്റെ സർക്കംഫറൻസ് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ആ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെക്കാനിസമാണ് ഇൻഡെക്സിംഗ് മെക്കാനിസം. കേട്ടോ, ഇവിടെ ഗിയർ കട്ട് ചെയ്യുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. കണ്ടില്ലേ, ഒരു സർക്കുലർ ബ്ലാങ്കിൽ ഗിയർ കട്ട് ചെയ്യുന്നതായിട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഇൻഡെക്സിംഗ് മെക്കാനിസം. പിന്നെ സാധാരണഗതിയിൽ ഗിയർ കട്ട് ചെയ്യാൻ വേറെയും കുറെ മെത്തേഡ് നിങ്ങൾക്ക് പഠിക്കാനില്ല. എന്തെങ്കിലും ഞാൻ പറഞ്ഞാൽ ഗിയർ ഷേപ്പിംഗ് ഉണ്ട്, ഗിയർ പ്ലാനിങ് ഉണ്ട്, ഗിയർ ഹോബിങ്. ഇതൊക്കെ സാധാരണഗതിയിൽ ഗിയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോസസ്സുകളാണ്, മെഷീൻസ് ആണ്. പ്ലാനിങ് മെഷീൻ, ഷേപ്പിംഗ് മെഷീൻ, ഹോബിംഗ് മെഷീൻ, ഇതൊക്കെ നമ്മൾ ഗിയർ കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതാണ് ഗിയർ പ്ലാനിങ്. ഇത് ഗിയർ ഷേപ്പിംഗ് മെഷീൻ ആണ്, മെയിൻ ആയിട്ട് ഷേപ്പിംഗ് മെഷീൻ. ആൻഡ് ഈ കാണിച്ചിരിക്കുന്നതാണ് ഗിയർ കട്ട് ചെയ്യുന്നത്. കണ്ട, ഗിയർ ബ്ലാങ്ക് എന്ന് കൊടുത്തിട്ടുണ്ട്, ആ ബ്ലാങ്കിലാണ് കട്ട് ചെയ്യുന്നത്. അതിന് വേണ്ടി ഒരു കട്ടർ കൊടുത്തിട്ടുണ്ട്, റോട്ടറി ഗിയർ ഷേപ്പർ കട്ടർ. ആ കട്ടർ ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യുമ്പോഴാണ് ഗിയർ കട്ട് ചെയ്യുന്നത്. ഗിയർ ഷേപ്പിംഗ് മെക്കാനിസം. ഇതാണ് ഹോബിംഗ്. ഗിയർ കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേറൊരു മെഷീനാണ് ഹോബിംഗ് മെഷീൻ. ഈ സർക്കുലർ ഹോബ് ഉപയോഗിച്ചിട്ട് വർക്ക് പീസിൽ നമ്മൾ ഗിയർ കട്ട് ചെയ്യും. അതാണ് ഗിയർ ഹോബിംഗ് മെക്കാനിസം. പിന്നെ വരുന്ന ഗ്രൈൻഡിങ് ആണ്. നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ലാസ്റ്റ് പ്രോസസ് ആണ് ഗ്രൈൻഡിങ്. ഗ്രൈൻഡിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, നമ്മൾ സാധാരണഗതിയിൽ ഗ്രൈൻഡ് ചെയ്യുക ടൂളൊക്കെ നമ്മൾ ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട് ഷാർപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഗ്രൈൻഡിങ്. അപ്പൊ കട്ടിങ് ആക്ഷൻ ഓഫ് അബ്രസീവ് ഗ്രിഡ്സ് ഉണ്ടല്ലേ, സാധാരണഗതി ഗ്രൈൻഡിങ് വീൽ ഉണ്ടാവും. ആ ഗ്രൈൻഡിങ് വീൽ ഈസ് മെയ്ഡ് ഓഫ് അബ്രസീവ് പാർട്ടിക്കിൾസ്. നമ്മുടെ സാൻഡ് പോലെയുള്ള പാർട്ടിക്കിൾ കൊണ്ടാണ് റൗണ്ട് ഷേപ്പിൽ ഗിയർ ഗ്രൈൻഡിങ് വീൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ആ ഗ്രൈൻഡിങ് വീൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്, മീൻസ് ഗ്രൈൻഡ് ചെയ്യുന്നത്. ഇതാണ് ഗ്രൈൻഡിങ് വീൽ കേട്ടോ. ഗ്രൈൻഡിങ് വീലിന്റെ അബ്രസീവ് പാർട്ടിക്കിൾ ഉപയോഗിച്ചിട്ടാണ് ഗ്രൈൻഡിങ് വീൽ ഉണ്ടാക്കുന്നത്. സോ മെറ്റീരിയൽ കട്ടിംഗ് പ്രോസസ് വിച്ച് എൻഗേജസ് ആൻ അബ്രസീവ് ടൂൾ. ഈ ടൂളിന് ഗ്രൈൻഡിങ് വീലിന് പറയുന്ന പേര് അബ്രസീവ് ടൂൾസ് എന്നാണ്. ഹൂസ് കട്ടിംഗ് എലിമെന്റ്സ് ആർ ഗ്രെയിൻസ്. ആൻഡ് ഓരോ അതിന്റെ ഒരു എക്സ്പാൻഡഡ് വ്യൂ, അതിന് മൈക്രോൺ ലെവലിലുള്ള വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഓരോരോ നിങ്ങളെ സിലിക്ക പാർട്ടിക്കിൾസ് കാണാം, അലുമിനിയം ഓക്സൈഡും സിലിക്കൺ കാർബൈഡും ഒക്കെയാണ് നമ്മളിവിടെ ഈ ഗ്രിറ്റ് എന്ന് പറയുന്നത് ഗ്രൈൻഡിംഗ് വീൽ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു ഫിനിഷിംഗ് ഓപ്പറേഷൻ ആണ് ഗ്രൈൻഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ അറിയാം, വളരെ മൈക്രോൺ ലെവലിൽ മെറ്റീരിയൽ റിമൂവ് ചെയ്തിട്ട് നമുക്ക് നല്ല ഫിനിഷിംഗ് കിട്ടും ഗ്രൈൻഡ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പൊ അത് ഗുഡ് സർഫേസ് ഫിനിഷ്, നല്ല ഫോം അക്യുറസി കിട്ടും, ഡയമെൻഷണൽ അക്യുറസി കിട്ടും. അപ്പൊ സാധാരണഗതിയിൽ സർഫേസ് ഫിനിഷിങ്ങിന്, ഡീബറിങ്ങിന്, ഫിനിഷിങ്ങിന് അതൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കട്ടേഴ്സ് ഒക്കെ, നമ്മള് ടൂൾസ് ഒക്കെ ഷാർപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊക്കെയാണ് ഗ്രൈൻഡിങ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഗ്രൈൻഡിങ് വീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് അബ്രസീവ്, നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ സിലിക്ക സാൻഡ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഗ്രൈൻഡിങ് വീൽ ആ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. സിലിക്ക സാൻഡ് അലൂമിനിയം ഓക്സൈഡ് ആണ്, സിലിക്കൺ കാർബൈഡ് യൂസ് ചെയ്തിട്ടും ഗ്രൈൻഡിങ് വീൽ ഉണ്ടാക്കും. ഓക്കെ, ദെൻ ഇത് ഗ്രൈൻഡിങ് വീല് നിങ്ങൾ കാണുന്നതാണ്. ഈ ഗ്രൈൻഡിങ് വീല് അതിലുള്ള അബ്രസീവ് പാർട്ടിക്കിൾസ് ആണ്. ഇതിന് ടോപ്പിലായിട്ട് അതിന് ബോണ്ട് ചെയ്യാൻ വേണ്ടി ചില ബോണ്ടിങ് ഏജൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്യും. എന്നിട്ട് ഇതേ ഷേപ്പില്, ഈ റൗണ്ട് ഷേപ്പില്, ഡിസ്ക് ഷേപ്പില് മാനുഫാക്ചർ ചെയ്തെടുക്കുന്നതാണ്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഗ്രൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇതൊക്കെയാണ് ബോണ്ടിങ്. ബോണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിലിക്ക സാനിനെ ബോണ്ട് ചെയ്ത് വെക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് വിട്രിഫൈഡ് ബോണ്ട്, റെസിൻ ബോണ്ട്, ഷെല്ലാക് ബോണ്ട് എന്ന് പറഞ്ഞ ഒരുപാട് ബോണ്ടിങ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഏതെങ്കിലും കേസിൽ ഗ്രൈൻഡിങ് വീൽ കുറെ കാലം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വിയർ ഔട്ട് ആവും അല്ലെ, അതിന്റെ സർഫേസ് ഒക്കെ നല്ല പോളിഷ്ഡ് പോലെ ആവും, അത് നമുക്ക് പിന്നീട് കട്ട് ചെയ്യാൻ പറ്റാതാവും. അപ്പൊ അങ്ങനെയുള്ള കേസിൽ ഗ്രൈൻഡിങ് വീലിനെ നമ്മൾ ഡ്രസ് ചെയ്യും. അതിനാണ് ഡ്രസ്സിങ് ഓപ്പറേഷൻ എന്ന് പറയാം കേട്ടോ. കുറെ കാലത്തിന് ശേഷം ഗ്രൈൻഡിങ് വീല് വിയർ ആൻഡ് ടിയർ സംഭവിച്ച് പോളിഷ്ഡ് ഷേപ്പിലോട്ട് വരും, പോളിഷ് ആയി മാറും.
അപ്പൊ നമുക്ക് ഗ്രൈൻഡ് ചെയ്യാൻ പറ്റാതെ വരും. അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഡയമണ്ട് ടൂൾ ഉപയോഗിച്ച് അതിനെ ഡ്രസ് ചെയ്യും. അതിനാണ് ഡ്രസ്സിങ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ടൈപ്പ് ഓഫ് ഗ്രൈൻഡിങ് പ്രോസസ് നമുക്ക് ഒരുപാട് ടൈപ്പ് ഉണ്ട്. സിലിണ്ടറിക്കൽ ഗ്രൈൻഡിങ്, സിലിണ്ടറിക്കൽ വർക്ക് പീസ് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിലിണ്ടറിക്കൽ ഗ്രൈൻഡിങ്. അതിന് സിലിണ്ടറിക്കൽ ഗ്രൈൻഡിങ് മെഷീൻ യൂസ് ചെയ്യും. സർഫേസ് ഒക്കെ ഫ്ലാറ്റ് സർഫേസ് ഒക്കെ നമുക്ക് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സർഫേസ് ഗ്രൈൻഡിങ് മെഷീൻ യൂസ് ചെയ്യുന്നത്. സെന്റർലെസ് ഗ്രൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഹോൾഡ് ചെയ്യാതെ തന്നെ രണ്ട് ഗ്രൈൻഡിങ് വീലിന്റെ ഇടയിൽ വീല് കണ്ടില്ലേ, റൊട്ടേറ്റിംഗ് വർക്ക് പീസ് അതിന്റെ ഇടയിൽ കിടന്ന് നമുക്ക് ഗ്രൈൻഡ് ചെയ്യാം. അതിനെയാണ് സെന്റർലെസ് ഗ്രൈൻഡിങ്. എവിടെയും ഹോൾഡ് ചെയ്യുന്നില്ല. ലോങ് വർക്ക് പീസ് ഒക്കെ നമുക്ക് ഇതിന്റെ ഇടയിൽ കൂടെ നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ഗ്രൈൻഡിങ് വീലിന്റെ, ഒന്ന് റെഗുലേറ്റിംഗ് വീലിന്റെയും ഗ്രൈൻഡിങ് വീലിന്റെ ഇടയിൽ നമുക്ക് അതിനെ ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് സെന്റർലെസ് ഗ്രൈൻഡിങ് പ്രോസസ്. അപ്പൊ നമുക്ക് ടൈപ്പ് ഓഫ് ഗ്രൈൻഡിങ് മെഷീൻ ചോദിച്ചാലും സിലിണ്ടറിക്കൽ ഗ്രൈൻഡിങ് മെഷീൻ, സർഫേസ് ഗ്രൈൻഡിങ് മെഷീൻ, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഗ്രൈൻഡിങ് മെഷീൻസ് ഉണ്ട്. ഇതാണ് സാധാരണ ബെഞ്ച് ഗ്രൈൻഡർ. നിങ്ങളെ പോളിടെക്നിക്കിലൊക്കെ വർക്ക്ഷോപ്പിലൊക്കെ ഇരിക്കുന്നതാണ് ടൂളൊക്കെ ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് പോർട്ടബിൾ ഗ്രൈൻഡർ, നമ്മൾ സാധാരണ നമ്മളെ ലോക്കൽ മെയ്സൺസ് ഒക്കെ യൂസ് ചെയ്യുന്നതാണ് പോർട്ടബിൾ ഗ്രൈൻഡർ. ദെൻ പ്രിസിഷൻ ഗ്രൈൻഡിങ് മെഷീൻ, ഈ കാണിച്ചിരുന്ന സിലിണ്ടറിക്കൽ ഗ്രൈൻഡിങ് മെഷീൻ ആണ് കേട്ടോ. കണ്ടില്ലേ, സിലിണ്ടറിക്കൽ സാധാരണ ലേത്തിന്റെ പോലെ ഒരു ഷേപ്പാണ്. ഹെഡ് സ്റ്റോക്ക്, ടെയിൽ സ്റ്റോക്ക്, സെന്ററിന്റെ ഇടയിൽ നമ്മൾ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡിലായിട്ട് ഗ്രൈൻഡിങ് വീല് കാണാം. ഒരു റൊട്ടേറ്റിംഗ് വർക്ക് പീസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതാണ് സിലിണ്ടറിക്കൽ ഷേപ്പിൽ. അതുകൊണ്ടാണ് ഇതിനെ സിലിണ്ടറിക്കൽ ഗ്രൈൻഡിങ് മെഷീൻ എന്ന് പറയുന്നത്. ഇതാണ് സിലിണ്ടറിക്കൽ ഗ്രൈൻഡിങ് മെഷീൻ. കാണിച്ചതാണ്, കണ്ടില്ലേ, നല്ല ഫിനിഷിൽ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് സർഫേസ് ഗ്രൈൻഡർ. നിങ്ങൾ ഈ കാണുന്നതാണ് സർഫേസ് ഗ്രൈൻഡർ. ഫ്ലാറ്റ് വർക്ക് പീസ് ഒക്കെ നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് സർഫേസ് ഗ്രൈൻഡർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ നമുക്ക് ഇതേപോലെ എന്താണ് സർഫേസ് ഗ്രൈൻഡിങ് മെഷീൻ ഇതേപോലെയുള്ള പർപ്പസിന് യൂസ് ചെയ്യാം. ഈ ഫ്ലാറ്റ് ഷേപ്പില് ഗ്രൈൻഡ് ചെയ്യാനും റോട്ടറി ടേബിളിൽ നമുക്ക് ഇതേപോലെ ഗ്രൈൻഡ് ചെയ്തെടുക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് സർഫേസ് ഗ്രൈൻഡർ യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ വെർട്ടിക്കൽ ഗ്രൈൻഡർ ഉണ്ട്, ഹൊറിസോണ്ടൽ ഗ്രൈൻഡർ ഉണ്ട്. ഇതാണ് സെന്റർലെസ് ഗ്രൈൻഡർ. നിങ്ങൾ നോക്കിയാൽ അറിയാം, ഒരു സ്റ്റേഷനറി വീല്, ഒരു മൂവിംഗ് വീല്, പ്രഷർ അപ്ലൈ ചെയ്തിട്ട് വർക്ക് പീസിന്, ലോങ് വർക്ക് പീസിന് നമുക്ക് റോഡുകൾ ഉണ്ടല്ലോ, മെറ്റൽ റോഡ്, കമ്പികളൊക്കെ, അതൊക്കെ ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഇന്റേണൽ ഗ്രൈൻഡിങ് ഉണ്ട്. ഇന്റേണൽ ഗ്രൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോളോ ആയിട്ടുള്ള വർക്ക് പീസ് ഒക്കെ ഈ കാണിച്ചിരിക്കുന്ന പോലെ ഹോളോ ആയിട്ടുള്ള വർക്ക് പീസിന്റെ ഉൾഭാഗം ഒക്കെ നമുക്ക് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടി ഇതേപോലെ സ്മോൾ ഗ്രൈൻഡിങ് വീൽസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അതിന് ഇന്റേണൽ ഗ്രൈൻഡർ യൂസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് സാധാരണ നമുക്ക് പഠിക്കാനുള്ള മെഷീൻസ്, മെഷീൻ ടൂൾസ്. അപ്പൊ ലേത്ത്, ഡ്രില്ലിംഗ് മെഷീൻ, മില്ലിംഗ് മെഷീൻ, ഗ്രൈൻഡിങ് മെഷീൻ, ഈ ഓപ്പറേഷൻസ് ഓർമ്മിച്ച് വയ്ക്കുക. ടേണിംഗ് എന്തൊക്കെയാണ്, ഡ്രില്ലിങ്, അതേപോലെ മില്ലിങ്, അതേപോലെ ഗ്രൈൻഡിങ്. ഈ ഓപ്പറേഷൻസ് എന്താണ്, അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെഷീൻസ് എന്താണ്, അതിന്റെ പാർട്സ് എന്താണ്, അതിന്റെ പ്രിൻസിപ്പിൾ എന്താണ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ വരുന്നതാണ് CNC. ഞാൻ കാണിച്ചായിരുന്നു അല്ലെ, CNC മെഷീൻ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇപ്പൊ ന്യൂമറിക്കൽ കൺട്രോൾ മെഷീനാണ് നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന, പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ന്യൂമറിക്കൽ കൺട്രോൾ മെഷീൻസ് ആണ്. ന്യൂമറിക്കൽ കൺട്രോൾ മെഷീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഫ്ലോപ്പി ഡിസ്ക് എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടോ, പഞ്ച്ഡ് കാർഡ് എന്നൊക്കെ പറഞ്ഞ കുറിച്ചിട്ടുണ്ട്. അതിനകത്ത് പ്രോഗ്രാം നമുക്ക് പഞ്ച് ചെയ്യാൻ പറ്റും. പണ്ട് കാലത്ത് യൂസ് ചെയ്യുന്നതാണ് ന്യൂമറിക്കൽ കൺട്രോൾ മെഷീൻസ്. ഇപ്പൊ പഞ്ച്ഡ് ടേപ്പ് എന്ന് പറയും. ഈ ടേപ്പില് പല പഞ്ച്ഡ് കാർഡ് ഉണ്ട്. ആ കാർഡിൽ നമുക്ക് പഞ്ച് ചെയ്യാം. പഞ്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈനറി കോഡ്സ്, അതിനകത്ത് നമ്മൾ കോഡ്സ് പ്രോഗ്രാം എഴുതുന്ന പോലെ നമുക്ക് ആ കോഡ് പഞ്ച് ചെയ്യാം. പഞ്ച് ചെയ്തിട്ട് അത് റീഡ് ചെയ്യുന്ന ഒരു മെഷീൻ ഉണ്ട്. ആ മെഷീനിലൂടെ കടത്തിവിടുന്ന സമയത്ത് നമ്മൾ എന്താണോ ഇൻഫർമേഷൻ കൊടുക്കുന്നത് അത് റീഡ് ചെയ്തിട്ട് മെഷീനിലോട്ട്, നമ്മുടെ NC മെഷീനിലോട്ട്, ന്യൂമറിക്കൽ കൺട്രോൾ മെഷീനിലോട്ട് അത് ആ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്ത് മെഷീൻ ചെയ്തെടുക്കുന്ന ടൈപ്പ് ഓഫ് മെഷീൻസ് ആണ് ന്യൂമറിക്കൽ കൺട്രോൾ മെഷീൻസ് എന്ന് പറയും. മനസ്സിലായല്ലോ? അപ്പൊ അതിന്റെ ഒരു ഫ്ലോ ചാർട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത് അല്ലേ. ജോമെട്രിക്കൽ ഇൻഫർമേഷൻ കൊടുക്കുക, ടെക്നിക്കൽ ഇൻഫർമേഷൻ കൊടുക്കുക, പ്രോസസ് ഇൻഫർമേഷൻ, ഇതൊക്കെ നമുക്ക് പ്രോഗ്രാമായിട്ട് പഞ്ച്ഡ് ടേപ്പിൽ അല്ലെങ്കിൽ ഫ്ലോപ്പി ഡിസ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ന്യൂമറിക്കൽ കൺട്രോൾ മെഷീനിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ട് അതിലെ പാർട്സ് മാനുഫാക്ചർ ചെയ്തെടുക്കുന്ന മെഷീൻസ് ആണ് ന്യൂമറിക്കൽ കൺട്രോൾ മെഷീൻ. പണ്ട് കാലത്ത് യൂസ് ചെയ്തതാണ്. അതിന് ശേഷമാണ് CNC വന്നത് കേട്ടോ, കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ മെഷീൻ. നിങ്ങൾക്ക് ആ CNC പറ്റി ഒന്ന്, അതിന്റെ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് പഠിക്കാനുണ്ട്. അപ്പൊ കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ മെഷീൻ, CNC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാം. കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ. ഇവിടെ നമ്മൾ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുന്നു, അതിനകത്ത് പ്രോഗ്രാം നമ്മൾ ഫീഡ് ചെയ്യുന്നു. പ്രോഗ്രാം നമ്മൾ എഴുതാൻ അറിയാലോ. അപ്പൊ ഈ പറഞ്ഞ ഇൻഫർമേഷൻസ് ഒക്കെ വേണം. ജോമെട്രിക്കൽ ഇൻഫർമേഷൻ വേണം,
അതിന്റെ ഒരു ഡിസൈൻ വേണമല്ലോ. ആ ഡിസൈൻ നമ്മൾ പ്രോഗ്രാമിലൂടെ കൊടുക്കണം, മെഷീൻ ടൂളിന് കൊടുക്കണം. അത് നമ്മൾ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കീബോർഡ് ഉണ്ടാവും, മോണിറ്റർ ഉണ്ടാവും. ആ മോണിറ്ററിൽ നമ്മൾ എന്ത് ചെയ്യാം, മെമ്മറി ഉണ്ടാവും. ആ മെമ്മറിയിൽ നമ്മൾ പാർട്ട് പ്രോഗ്രാം, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പാർട്ടിന്റെ പ്രോഗ്രാം അത് സ്റ്റോർ ചെയ്യും. അതിൽ ജോമെട്രിക്കൽ ഇൻഫർമേഷൻ, എന്താണ് അതിന്റെ ഷേപ്പ്, സൈസ്, ഏതൊക്കെ പ്രോസസ്സ്, എങ്ങനെ മൂവ് ചെയ്യണം, എക്സ് വൈ സെറ്റ് ഡയറക്ഷനിൽ പല ആക്സിസിൽ മൂവ് ചെയ്യേണ്ടി വരും, ടെക്നിക്കൽ ഇൻഫർമേഷൻ, ഇതെല്ലാം കൊടുത്ത് അതൊരു പ്രോഗ്രാം ആയിട്ട് സ്റ്റോർ ചെയ്ത് ആ പ്രോഗ്രാമിനെ നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് ആ മെഷീൻ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ വിത്തൗട്ട് മാനുവൽ ഇന്റർവെൻഷൻ, നമ്മുടെ മനുഷ്യന്റെ സഹായം ഇല്ലാതെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അത് കട്ട് ചെയ്തെടുക്കും. അതാണ് ന്യൂമറിക്കൽ കൺട്രോൾ മെഷീൻ. പല ആക്സിസിൽ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത് കണ്ടില്ലേ, പല ആക്സിസ് എക്സ് വൈ സെഡ് പല ആക്സിസിൽ മൂവ് ചെയ്യേണ്ടി വരും. ഇതിന്റെ എല്ലാം ബേസിക് പാർട്സ് സെയിം ആണ്. ലെയ്ത്ത് ബെഡ് ഉണ്ടാവും, ഹെഡ് സ്റ്റോക്ക് ഉണ്ടാവും, ടെയിൽ സ്റ്റോക്ക് ഉണ്ടാവും, ടൂൾ പോസ്റ്റ്, കാരേജ്, സാഡില്, കോമ്പൗണ്ട് റെസ്റ്റ്, അങ്ങനെ ഒരുപാട് പാർട്സുകൾ ഉണ്ടാവും. പക്ഷെ ഇതെല്ലാം എന്താണ്, കമ്പ്യൂട്ടറാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇതിന്റെ മൂവ്മെന്റ്സ്, ടൂളിന്റെ മൂവ്മെന്റ്സ് ആയാലും വർക്ക് പീസിന്റെ റൊട്ടേഷൻ ആയാലും എല്ലാം കൺട്രോൾ ചെയ്യുന്നത് കമ്പ്യൂട്ടർ. അതുകൊണ്ടാണ് അതിനെ CNC മെഷീൻ ഉള്ളത്. ഡിഫറെന്റ് ആക്സിൽ എക്സ് വൈ സെഡ് ആക്സിൽ മൂവ് ചെയ്യേണ്ടി വരും. അപ്പൊ NC മെഷീന്റെ പാർട്സ് ഇതൊക്കെയാണ്. ന്യൂമറിക്കൽ കൺട്രോൾ മെഷീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഗ്രാം പഞ്ച്ഡ് കാർഡിലോ ഫ്ലോപ്പി ഡിസ്കിലോ ആക്കിയിട്ട് മെഷീൻ കൺട്രോൾ യൂണിറ്റിലേക്ക് കൊടുക്കുന്നു. അത് മെഷീൻ ടൂളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കും. ഓക്കെ, അപ്പൊ അത് ഈ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റ് നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കണം പ്രോഗ്രാമില്. ഒരു പോയിന്റ് എക്സ് ആക്സിൽ ഇന്ന പോയിന്റിൽ നിന്ന് എക്സ് ആക്സിൽ നെക്സ്റ്റ് പോയിന്റിലോട്ട് മൂവ് ചെയ്യണം, വൈ ആക്സിൽ അതേപോലെ മൂവ് ചെയ്യണം, സ്ട്രെയിറ്റ് ആയിട്ട് മൂവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ കർവ്ഡ് ആയിട്ട് കോണ്ടോറിംഗ് സിസ്റ്റം വേണ്ടില്ലേ. കോണ്ടോറിംഗ് എന്ന് പറഞ്ഞാൽ കർവായിട്ട് മൂവ് ചെയ്യണം, സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പ്രൊഫൈൽ കട്ട് ചെയ്യണം. ഇതെല്ലാം നമ്മൾ പ്രോഗ്രാം വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ അത് കട്ട് ചെയ്യുള്ളൂ. ഇതാണ് CNC മെഷീൻ കേട്ടോ. നിങ്ങൾ കണ്ടാൽ അറിയാം, ലെഫ്റ്റ് സൈഡിൽ ഒരു MCU ഉണ്ട്, മെഷീൻ കൺട്രോൾ യൂണിറ്റ്. അവിടെ ഒരു മോണിറ്റർ കാണാം, കീബോർഡ് കാണാം. കീബോർഡിലൂടെ നമുക്ക് പ്രോഗ്രാം എൻ്റർ ചെയ്യാം. ഇപ്പം നമുക്ക് റീസെന്റ് ആയിട്ട് നമ്മുടെ എന്താ പറയാ, നമുക്ക് സ്റ്റോർ ചെയ്തിട്ട് എക്സ്റ്റേണൽ ഡ്രൈവ് ഒക്കെ വെച്ച് നമുക്ക് സ്റ്റോർ ചെയ്തിട്ട് അത് കമ്പ്യൂട്ടറിലായിട്ട് മെഷീൻ കൺട്രോൾ യൂണിറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ പറ്റും. അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം, മോണിറ്ററിൽ കീബോർഡ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്തിട്ട് അത് സ്റ്റോർ ചെയ്തിട്ട് അതാണ് നമ്മൾ മെഷീനിലോട്ട് കൺട്രോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഈ കാണിച്ച പോലെ CNC മെഷീനിലും ബെഡ് ഉണ്ട്, ഇവിടെ കണ്ടില്ലേ ചക്ക്, വർക്ക് ഹോൾഡ് ചെയ്യാൻ, ടെയിൽ സ്റ്റോക്ക് ഉണ്ട്, ടൂൾ പോസ്റ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഓൺലി ഡിഫറൻസ് ഈസ് entire operation is controlled by a computer. അതാണ് കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ മെഷീൻസ്. അപ്പൊ ഇതിന്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം ആണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. മെഷീൻ കൺട്രോൾ യൂണിറ്റ് പ്രോസസ്സിങ്ങും കൺട്രോളിങ്ങും എല്ലാം ചെയ്യുന്നത് MCU ആണ്. നമ്മൾ മാനുവലായിട്ട് ഇൻപുട്ട് ചെയ്യുന്നു, ഒരുപാട് സെൻസർ വഴിയുള്ള ഇൻഫർമേഷൻ അവിടെ വരും. ഇത് എത്ര ടേബിൾ എത്ര മൂവ് ചെയ്തു, അല്ലെങ്കിൽ ടൂൾ എത്ര മൂവ് ചെയ്തു, വർക്ക് പീസ് എത്ര റൊട്ടേറ്റ് ചെയ്തു എന്നൊക്കെയുള്ള ഇൻഫർമേഷൻസ് സെൻസർ വഴി റീഡ് ചെയ്യും. എക്സ്റ്റേണൽ ഇൻപുട്സും മാനുവൽ ഇൻപുട്സും ഒക്കെ ഉണ്ട്. അപ്പൊ ഡിസ്പ്ലേ വഴി നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം എങ്ങനെ മൂവ് ചെയ്യുന്നു. അതിന്റെ ഒരു സിമുലേഷൻ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അത് മെഷീനിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ആ മെഷീൻ ഓട്ടോമാറ്റിക് ആയിട്ട് അതിനെ കട്ട് ചെയ്യുന്നു. കേട്ടോ, അതാണ് CNC മെഷീൻ. അപ്പൊ ഇതിനൊരു ഫീഡ്ബാക്ക് സിസ്റ്റം ഉണ്ട്. നിങ്ങൾ കൺട്രോൾ സിസ്റ്റം പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഈ മെഷീനിൽ ഓരോ എക്സ് ആക്സിലും വൈ ആക്സിലും സെഡ് ആക്സിലും ടൂൾ എങ്ങനെ മൂവ് ചെയ്യുന്നു, കൂളന്റ് വരുന്നുണ്ടോ, അതോ നമ്മൾ ഈ വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടോ, എത്ര റൊട്ടേറ്റ് ചെയ്യുന്നു, ഇതിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് എല്ലാം അപ്പം ഫീഡ്ബാക്ക് സിസ്റ്റം വഴി മെഷീൻ കൺട്രോൾ യൂണിറ്റിലോട്ട് പോകും. അപ്പൊ എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ അത് ആ സെക്കൻഡിൽ തന്നെ മെഷീൻ കൺട്രോൾ യൂണിറ്റ് അത് കറക്റ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഫീഡ്ബാക്ക് സിസ്റ്റം യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഈ കാണിച്ചിട്ടുണ്ട്, ഇൻപുട്ട് ഡിവൈസ് വഴി നമ്മൾ പ്രോഗ്രാം കൊടുക്കുന്നു. പ്രോഗ്രാം, മോഷൻ ഡാറ്റ, മിസലേനിയസ് ഫംഗ്ഷൻ ഒക്കെ മെഷീൻ ടൂളിലോട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതിന്റെ ആക്ച്വൽ സ്റ്റാറ്റസ് ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം വഴി മെഷീൻ കൺട്രോൾ യൂണിറ്റിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അത് എറർ ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യുന്നു. ഇതാണ് അതിന്റെ പ്രോസസ്സ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ മെഷീൻ ടൂൾസും CNC കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ഇനി അടുത്തത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അഡിറ്റീവ് മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞൊരു പാർട്ടുണ്ട്. അഡിറ്റീവ് മാനുഫാക്ചറിങ്, അപ്പൊ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അഡിറ്റീവ് മാനുഫാക്ചറിങ്, റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ് എന്നൊക്കെ പറഞ്ഞൊരു പാർട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഈ മെഷീൻ ടൂൾസ് ആണ് നമ്മൾ കണ്ടത്. നിങ്ങളുടെ സിലബസ് വേണമെങ്കിൽ ഒന്നുകൂടി ഞാൻ റെഫർ ചെയ്യാം, നിങ്ങൾ നോക്കിയാൽ അറിയാം. കണ്ടില്ലേ,
ടേണിംഗ് നമ്മൾ പഠിച്ചു, ബേസിക് മെഷീനിങ് ഓപ്പറേഷൻ ഉള്ളടത്ത് ടേണിംഗ് പഠിച്ചു, ഡ്രില്ലിംഗ് പഠിച്ചു, മില്ലിംഗ് പഠിച്ചു, ഗ്രൈൻഡിങ് പഠിച്ചു. ഇതിന്റെ താഴെ കണ്ടില്ലേ ലെയ്ത്ത് എന്താണെന്ന് പഠിച്ചു, ഡ്രില്ലിംഗ് മെഷീൻ പഠിച്ചു, മില്ലിംഗ് മെഷീൻ പഠിച്ചു, CNC മെഷീൻ എന്താണ്. ഇനി നമുക്ക് അതിന് താഴെ വരുന്നതാണ് CAD CAM-ഉം അഡിറ്റീവ് മാനുഫാക്ചറിങ്ങും എന്താണ്. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ അഡിറ്റീവ് മാനുഫാക്ചറിങ് എന്താണെന്ന് ജസ്റ്റ് അതിന്റെ ഇൻട്രൊഡക്ഷനും എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട കാര്യമില്ല. നമ്മൾ അത് എന്താണെന്ന് മനസ്സിലാക്കുക, ഏതൊക്കെ ടൈപ്പ് ഓപ്പറേഷൻസ് അതിനകത്ത് വരുന്നുണ്ട്, എങ്ങനെയുള്ള പ്രൊഡക്ട്സ് ആണ് അതിന് മാനുഫാക്ചർ ചെയ്യുന്നത് നോക്കുക. ഓക്കെ, അപ്പൊ അഡിറ്റീവ് മാനുഫാക്ചറിങ് നമ്മുടെ ലെയ്ത്തിലൊക്കെ കണ്ടത് സബ്സ്ട്രാക്റ്റീവ് മാനുഫാക്ചറിങ്. അതിന്റെ പേര് സബ്സ്ട്രാക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ റോ മെറ്റീരിയൽ വർക്ക് പീസ് ഉണ്ട്, വർക്ക് പീസിൽ നിന്ന് മെറ്റീരിയൽ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് സബ്സ്ട്രാക്റ്റീവ് മാനുഫാക്ചറിങ് എന്ന് പറയാം. ഓക്കെ, അഡിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ആഡ് ചെയ്യാണ്, മെറ്റീരിയൽ ആഡ് ചെയ്ത് ലെയർ ബൈ ലെയർ ആയിട്ട് ആഡ് ചെയ്തിട്ട് പല പാർട്സ് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ അഡിറ്റീവ് മാനുഫാക്ചറിങ് എന്ന് പറയാം. ഇപ്പൊ എന്താണ് സബ്സ്ട്രാക്റ്റീവ് മാനുഫാക്ചറിങ്ങും അഡിറ്റീവ് മാനുഫാക്ചറിങ്ങും. സബ്സ്ട്രാക്റ്റീവ് മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള റോ മെറ്റീരിയലിൽ നിന്നാണ്, നമ്മുടെ വർക്ക് പീസിൽ നിന്ന് മെറ്റീരിയൽ റിമൂവ് ചെയ്തിട്ട് പല ഷേപ്പിലോട്ടും സൈസിലോട്ടും കൊണ്ടുവരുന്നതിനെയാണ് സബ്സ്ട്രാക്റ്റീവ് മാനുഫാക്ചറിങ് എന്ന് പറയാം. അഡിറ്റീവ് മാനുഫാക്ചറിങ് എന്ന് പറയാം ലെയർ ബൈ ലെയർ ആയിട്ട് മെറ്റീരിയൽ ഡെപ്പോസിറ്റ് ചെയ്യുക, ആഡ് ചെയ്യുക, അങ്ങനെ മാനുഫാക്ചർ ചെയ്യുന്നതിനാണ് അഡിറ്റീവ് മാനുഫാക്ചറിങ് എന്ന് പറയാം. ഓക്കെ, സോ റെഫേഴ്സ് അതിനുവേണ്ടി നമുക്കൊരു ഡിസൈൻ ഉണ്ടാക്കണം. ആദ്യം ഒരു ഡിസൈൻ വേണ്ടേ, എന്ത് ഷേപ്പിലോട്ടാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്, അതിൽ എന്നിട്ട് സ്ലൈസ് ചെയ്ത് കൊടുക്കണം. പല ലെയർ ബൈ ലെയർ ആയിട്ട് സ്ലൈസ് ചെയ്ത് ഒരു STL ഫോർമാറ്റ് ഉണ്ട്, STL ഫോർമാറ്റിലോട്ട്, അതായത് മെഷീൻ റീഡ് ചെയ്യുന്ന ഫോർമാറ്റ്, അതാണ് STL ഫോർമാറ്റ്. .stl എന്ന് കാണാം. STL ഫോർമാറ്റിലോട്ട് കൊണ്ടുവന്നിട്ട് അതാണ് മെഷീനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ആ മെഷീനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഡ്രൈവിംഗ് ഹെഡ് എന്ത് ചെയ്യും, ലെയർ ബൈ ലെയർ ആയിട്ട് മാനുഫാക്ചർ ചെയ്യും. അതിനെയാണ് നമ്മൾ അഡിറ്റീവ് മാനുഫാക്ചറിംഗ് എന്ന് പറയാം. അതിന്റെ മെഷീൻ കാണാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ എന്താണെന്ന് മനസ്സിലാക്കുക, അഡിറ്റീവ് മാനുഫാക്ചറിംഗ് റെഫേഴ്സ് ടു എ പ്രോസസ് ബൈ വിച്ച് ഡിജിറ്റൽ 3D ഡിസൈൻ ഡാറ്റ. അപ്പൊ നമ്മുടെ ഡിസൈൻ ഈസ് യൂസ്ഡ് ടു ബിൽഡ് അപ്പ് എ കമ്പോണന്റ് ഇൻ ലെയേഴ്സ്, ലെയർ ബൈ ലെയർ ആയിട്ട്, ബൈ ഡെപ്പോസിറ്റിംഗ് മെറ്റീരിയൽ ഡെപ്പോസിറ്റ് ചെയ്ത് ലെയർ ബൈ ലെയർ ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നതിനെയാണ് അഡിറ്റീവ് മാനുഫാക്ചറിംഗ് എന്ന് പറയുന്നത്. കേട്ടോ, raw materials are transformed into finished goods. അപ്പൊ ടെക്നോളജി ദാറ്റ് ക്യാൻ മേക്ക് എനിത്തിങ്, എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊഫൈൽസ് വേണമെങ്കിലും ഷേപ്പ് വേണമെങ്കിലും നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിന്റെ ഞാൻ പറഞ്ഞ പോലെ ലെയർ ബൈ ലെയർ ആയിട്ട് ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് അതിനെ അഡിറ്റീവ് മാനുഫാക്ചറിംഗ് എന്ന് പറയുന്നത്. അതിന് ആദ്യം നമ്മൾ CAD വേണം. CAD എന്ന് പറഞ്ഞാൽ എന്താ, കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനിങ് സോഫ്റ്റ്വെയർ വേണം. അതിൽ നമ്മൾ നമ്മുടെ എന്താണ്, നമ്മൾ ഏത് പ്രൊഡക്റ്റ് ആണ് മാനുഫാക്ചർ ചെയ്യാൻ പോകുന്നത് അത് ഡിസൈൻ ചെയ്യണം. അതിന്റെ ഷേപ്പ് സൈസ് എല്ലാം ഡിസൈൻ ചെയ്യണം. അതിനെ മെഷീൻ റീഡ് ചെയ്യുന്ന ഫോർമാറ്റിലോട്ട് .stl ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതാണ് മെഷീനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് എന്താണ്, അഡിറ്റീവ് മാനുഫാക്ചറിങ്ങിനെ 3D പ്രിന്റിംഗ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. 3D പ്രിന്റിംഗ്, റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ്, ഡയറക്റ്റ് ഡിജിറ്റൽ മാനുഫാക്ചറിങ്, ലെയർ ബൈ ലെയർ മാനുഫാക്ചറിങ്, ഇങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട് അഡിറ്റീവ് മാനുഫാക്ചറിങ്. അപ്പൊ എന്തൊക്കെയാണ് 3D പ്രിന്റിംഗ്, റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ്, നിങ്ങളുടെ സിലബസിൽ കൊടുത്തിട്ടുണ്ട് റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ്. താഴെ നോക്കുക, റാപ്പിഡ് ആൻഡ് അഡിറ്റീവ് മാനുഫാക്ചറിംഗ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അഡിറ്റീവ് മാനുഫാക്ചറിങ്ങിന് 3D പ്രിന്റിംഗ്, റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ്, ഡയറക്റ്റ് ഡിജിറ്റൽ മാനുഫാക്ചറിങ്, ലെയർഡ് മാനുഫാക്ചറിങ്, ഇതുപോലെ ഒരുപാട് പേരിൽ അറിയപ്പെടും. അപ്പൊ എന്താണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന പോലെ ലെയർ ബൈ ലെയർ ആയിട്ട് കണ്ടില്ലേ, റൈറ്റ് സൈഡിൽ ഏറ്റവും റൈറ്റ് സൈഡിലുള്ള ഫിഗർ നോക്കുക, എന്താ കാണിച്ചിരിക്കുന്നത്, കുറെ ലെയർ ബൈ ലെയർ ആയിട്ട്. ഇപ്പം നമ്മുടെ ഒരു ഡ്രൈവ് ഹെഡ് ലെയർ ബൈ ലെയർ ആയിട്ട് മെറ്റീരിയൽ ഡെപ്പോസിറ്റ് ചെയ്ത് ആഡ് ചെയ്തിട്ടാണ് ഇതിനെ അഡിറ്റീവ് മാനുഫാക്ചറിംഗ് എന്ന് പറയുന്നത്, ലെയർ ബൈ ലെയർ. അപ്പൊ ആദ്യത്തെ സെന്റൻസ് പറഞ്ഞത് ലെയർ ബൈ ലെയർ, അപ്പൊ അതിനെ 3D പ്രിന്റിംഗ് എന്നാണ് പറയാം. ഓക്കെ, അഡിഷൻ പ്രോസസ് ആണ് അഡിറ്റീവ്, ലെയർ ബൈ ലെയർ മെറ്റീരിയൽ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ. അപ്പൊ ഇതൊക്കെ അഡിറ്റീവ് മാനുഫാക്ചറിംഗിൽ മാനുഫാക്ചർ ചെയ്യാം. കണ്ടില്ലേ, ഇതിന്റെ ഷേപ്പ് കണ്ടില്ലേ. ആദ്യം ഇതിന്റെ ഒരു ഡിസൈൻ ഉണ്ടാക്കണം, CAD കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനിങ് സോഫ്റ്റ്വെയറിൽ ഇതിന്റെ ഒരു ഡിസൈൻ ഉണ്ടാക്കണം. എന്നിട്ട് അതിനെയാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത്. അത് STL, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ STL ഫോർമാറ്റിലോട്ട് മാറ്റിയിട്ട് അതിനെയാണ് നമ്മൾ മെഷീനുമായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഡിഫറെന്റ് ഷേപ്പിൽ മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് അഡിറ്റീവ് മാനുഫാക്ചറിംഗിൽ മാനുഫാക്ചർ ചെയ്യാൻ പറ്റും. പല ഷേപ്പിൽ നമുക്ക് മാനുഫാക്ചർ ചെയ്യാം. കണ്ടില്ലേ, എത്ര കോംപ്ലക്സിറ്റി ആയാലും മതി, ഏത് മെറ്റീരിയൽ ഭയങ്കര നല്ല സ്പീഡിൽ ചെയ്യാൻ പറ്റും. ഒരുപാട് പാർട്സ് നമുക്ക് മാനുഫാക്ചർ ചെയ്യാം. അപ്പൊ ഈ കാണിച്ചിരിക്കുന്ന പോലെയാണ്, കണ്ടില്ലേ മെറ്റീരിയൽ. സബ്സ്ട്രാക്റ്റീവ് മാനുഫാക്ചറിങ് എന്താണെന്ന് പറഞ്ഞാൽ ലേത്തിലും മില്ലിംഗ് മെഷീനിലൊക്കെ ചെയ്യുന്ന പോലെയാണ്.
അഡിറ്റീവ് മാനുഫാക്ചറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണിച്ചിട്ടുണ്ട്, താഴെ കാണിച്ചിട്ടുണ്ട്, ബിയിൽ കാണിച്ചിട്ടുണ്ട്, ലെയർ ബൈ ലെയർ ആയിട്ട് നമുക്ക് മെറ്റീരിയൽ ആഡ് ചെയ്തിട്ട് നമുക്ക് വേസ്റ്റേജ് കുറവാണ് ഇവിടെ. അഡിറ്റീവ് മാനുഫാക്ചർ സബ്സ്ട്രാക്റ്റീവിലാണെങ്കിൽ മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്നുണ്ട്, വേസ്റ്റേജ് കൂടുതലാണ്. ഓക്കെ, ഇനി നമ്മള് ഇതിന്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് നോക്കിയേക്കാം. അതൊക്കെ നമുക്ക് അഡിറ്റീവ് മാനുഫാക്ചറിങ് വഴി മാനുഫാക്ചർ ചെയ്യാം. അപ്പൊ ഇത് കണ്ടില്ലേ, ഇതാണ് അതിന്റെ സ്റ്റേജസ്. അഡിറ്റീവ് മാനുഫാക്ചറിംഗിന്റെ സ്റ്റേജസ് ആണ് കണ്ടത്. ആദ്യം നമ്മള് ഒരു CAD ഡിസൈൻ വേണം, ഒരു ഡിസൈൻ ഉണ്ടാക്കാം. അതിനെ STL കൺവേർട്ട് ചെയ്യുക, STL ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുക, മെഷീനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക, മെഷീൻ സെറ്റപ്പിലോട്ട് കൊണ്ടുവരിക, അതിനെ ബിൽഡ് ചെയ്യുക, റിമൂവ് ചെയ്യുക, പോസ്റ്റ് പ്രോസസ്സിംഗ് ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ മാനുഫാക്ചർ ചെയ്തതിന് ശേഷം വേറെ എന്തെങ്കിലും പ്രോസസ്സ് ചെയ്യാണ്ടെങ്കിൽ അത് ചെയ്യുക. ഓക്കെ, അത് ഇത്രയാണ് ഇതിന്റെ സ്റ്റേജസ്. അപ്പൊ ഈ പറഞ്ഞ പോലെ ആദ്യം ചെയ്യേണ്ടത് CAD ഡിസൈൻ ആണ്. കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് അതിന്റെ ഷേപ്പ് ഉണ്ടാക്കുക അല്ലെ. ഷേപ്പ് നമ്മൾ സിസ്റ്റത്തില് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമ്മള് ഒരു ഡിസൈൻ ഉണ്ടാക്കുക. കൺവേർഷൻ ടു STL, നിയർലി STL ഫോർമാറ്റിലോട്ട് .stl ഫയൽ ഫോർമാറ്റിലേക്ക്, എന്നാൽ മാത്രമേ മെഷീനിന് അത് മനസ്സിലാവുള്ളൂ. STL ഫയൽ ഫോർമാറ്റിലോട്ട് മാറ്റുക. ഓക്കെ, ഇനി മെഷീൻ സെറ്റപ്പിലോട്ട്, അഡിറ്റീവ് മാനുഫാക്ചറിംഗ് മെഷീൻ മസ്റ്റ് ബി പ്രോപ്പർലി സെറ്റപ്പ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ബിൽഡ് ചെയ്യുക, പാർട്ട് ബിൽഡ് ചെയ്യുക, ലെയർ ബൈ ലെയർ ആയിട്ട് ബിൽഡ് ചെയ്യുക, അത് റിമൂവ് ചെയ്യുക, പോസ്റ്റ് പ്രോസസ്സിംഗ് ആവശ്യമാണെങ്കിൽ അത് ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മൾ ബിൽഡ് ചെയ്തതിന് ശേഷം ചില പ്രൊജക്ഷൻസും ചില ഡാമേജസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്യുക. അതിനെയാണ് പോസ്റ്റ് പ്രോസസ്സിംഗ് നമ്മൾ യൂസ് ചെയ്യുക. അത്രേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഫ്രീഡം ഓഫ് ഡിസൈൻ. നമുക്ക് ഏത് കോംപ്ലിക്കേറ്റഡ് ഡിസൈൻ നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ പറ്റും. ടൂളിംഗ് മാക്സിമം എലിമിനേറ്റ് ചെയ്യാം, വേസ്റ്റ് എലിമിനേറ്റ് ചെയ്യാം, ലൈറ്റ് വെയിറ്റ് ഡിസൈൻ ആണ്, പ്രൊഡക്ഷൻ സ്റ്റെപ്സ് കുറവാണ്. മെയിനായിട്ട് ഇൻഡസ്ട്രീസ്, ഓട്ടോമോട്ടീവ് ഏരിയയില്, എയറോസ്പേസ് ഏരിയയില്, ബയോമെഡിക്കൽ ഏരിയയില്, കൺസ്യൂമർ ഗുഡ്സ് ഏരിയയിലൊക്കെ നമുക്ക് അഡിറ്റീവ് മാനുഫാക്ചറിംഗ് ഉള്ള മെത്തേഡ് യൂസ് ചെയ്യാം. ഇത് ലിക്വിഡ് ബേസ് ഉണ്ട്, സോളിഡ് ബേസ് ഉണ്ട്, പൗഡർ ബേസ് ഉണ്ട്. ലിക്വിഡ് ബേസ് ഒരു മിനിറ്റ്, ഒരു ഫോൺ വരുന്ന ഒന്ന് അറ്റൻഡ് ചെയ്യാം. നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ പറ്റും. ലിക്വിഡ് ബേസ്, ലിക്വിഡിൽ നിന്ന് നമുക്ക് പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാം. സോളിഡ് ബേസ്, പൗഡർ ബേസ്, അങ്ങനെ 3 രീതിയിൽ നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ സാധിക്കും. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഈ ലിക്വിഡ് ബേസിന്റെ എക്സാമ്പിൾസ് ആണ് സ്റ്റീരിയോ ലിത്തോഗ്രാഫി, ജെറ്റിംഗ് സിസ്റ്റം, ഡയറക്ട് ലൈറ്റിംഗ് പ്രോസസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടൈപ്പ് ഓഫ് പ്രോസസ് ഉണ്ട്. പൗഡർ ബേസ്ഡ് സിസ്റ്റം ആണ് സെലക്ടീവ് ലേസർ സിൻഡറിംഗ്, 3 ഡയമെൻഷണൽ 3D പ്രിന്റിംഗ്, ഫ്യൂസ്ഡ് മെറ്റൽ ഡെപ്പോസിഷൻ സിസ്റ്റം, അങ്ങനെ കുറെ ടൈപ്പ് പൗഡർ ബേസ്ഡ് സിസ്റ്റം ഉണ്ട്. ഫ്യൂസ്ഡ് ഡെപ്പോസിഷൻ മോഡൽ കൊണ്ട് സോളിഡ് ബേസ്ഡ് സിസ്റ്റം ഉണ്ട്. ഇത് എന്താണെന്ന് ജസ്റ്റ് ഇത് മനസ്സിലാക്കിയാൽ, ഇതാണ് സ്റ്റീരിയോ. ഒരു എക്സാമ്പിൾ പറയാം. സ്റ്റീരിയോ ലിത്തോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയാണ്. കണ്ടില്ലേ, ഒരു ലേസർ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ലിക്വിഡ് ബേസ് ആണെന്ന് പറഞ്ഞല്ലോ, കണ്ടില്ലേ, ഇതിലൊരു ലിക്വിഡ് കൊടുത്തിട്ടുണ്ട് ഈ കണ്ടെയ്നറിൽ, കണ്ടില്ലേ. അപ്പൊ അത് നമ്മള് ഒരു പ്ലാറ്റ്ഫോമില്, വൈറ്റ് പ്ലാറ്റ്ഫോം കൊടുത്തിട്ടുണ്ട്. ആ പ്ലാറ്റ്ഫോമിൽ ഈ ലേസർ ഉപയോഗിച്ച് ഈ ലിക്വിഡിനെ ക്യൂർ ചെയ്യാണ് ചെയ്യുന്നത്. ഫോട്ടോ റെസിൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു എന്താ പറയാ, പോളിമർ കോമ്പൗണ്ട് ആണ് ഈ കണ്ടെയ്നറിലുള്ളത്. അപ്പൊ അതിനെ നമ്മൾ ലേസർ ഉപയോഗിച്ചിട്ട് കട്ടിയാക്കുകയാണ്, സോളിഡ് ആക്കി മാറ്റുകയാണ്. അങ്ങനെയാണ് പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പൊ ഈ പ്ലാറ്റ്ഫോം മുകളിലോട്ടും താഴോട്ടും മൂവ് ചെയ്യും. പ്ലാറ്റ്ഫോം മുകളിലോട്ടും താഴോട്ടും മൂവ് ചെയ്യുമ്പോൾ ആദ്യത്തെ ലെയർ കട്ടിയാക്കി കഴിഞ്ഞാൽ, ലിക്വിഡിനെ കട്ടിയാക്കി കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോം, അതൊക്കെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് കമ്പ്യൂട്ടറാണ്. ഈ പ്ലാറ്റ്ഫോം താഴോട്ട് മൂവ് ചെയ്യും അടുത്ത സ്റ്റെപ്പിലോട്ട്. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ ലേസർ മൂവ് ചെയ്ത് ആ ഷേപ്പിൽ മാനുഫാക്ചർ ചെയ്യും. മനസ്സിലായല്ലോ? അങ്ങനെ ലെയർ ബൈ ലെയർ ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ലിക്വിഡ് പോളി ഫോട്ടോ റെസിനെ ക്യൂർ ചെയ്ത് ലെയർ ബൈ ലെയർ ആയിട്ട് മാനുഫാക്ചർ ചെയ്ത് ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി കൊണ്ടുവരികയാണ്. അതാണ് സ്റ്റീരിയോ ലിത്തോഗ്രാഫി, ലിക്വിഡ് ബേസ്ഡ് സിസ്റ്റം. മനസ്സിലായല്ലോ? അതാണ് ഈ കൊടുത്തത്. സ്റ്റീരിയോ ലിത്തോഗ്രാഫി SLA apparatus ഈസ് എ ലിക്വിഡ് ബേസ്ഡ് പ്രോസസ്. CAD സോഫ്റ്റ്വെയറിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ മാനുഫാക്ചർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ആദ്യം 3D CAD ഫയൽ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ 3D CAD ഫയൽ വേണം. അതിനെ നമ്മൾ STL ഫോർമാറ്റിലോട്ട് മാറ്റണം. എന്നിട്ട് ആ ലേസർ അത് സോൾഡിഫൈ ചെയ്യാം. ആ ലിക്വിഡിനെ ലേസർ സോൾഡിഫൈ ചെയ്തിട്ട് ആ സമയത്ത് ഒരു ലെയർ സോൾഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ പ്ലാറ്റ്ഫോം താഴേക്ക് മൂവ് ചെയ്യും. അടുത്ത ലെയർ സോൾഡിഫൈ ചെയ്യും, വീണ്ടും പ്ലാറ്റ്ഫോം താഴേക്ക് മൂവ് ചെയ്യും. അപ്പൊ CAD-ൽ അത് എത്രത്തോളം ലെയർ ഉണ്ടോ അത്രത്തോളം ലെയർ അത് മാനുഫാക്ചർ ചെയ്യും. അതാണ്
ലിക്വിഡ് ബേസ്ഡ് സിസ്റ്റം കേട്ടോ. ഇതാണ് പൗഡർ ബേസ്ഡ് സിസ്റ്റം, അതായത് സെലക്ടീവ് ലേസർ സെൻട്രിങ് ഒരു എക്സാമ്പിൾ ആണ്. നിങ്ങൾ നോക്കിയാൽ പൗഡർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതേ മെക്കാനിസം തന്നെ ലേസർ ഉപയോഗിച്ച് പൗഡറിനെ നമ്മൾ സോൾഡിഫൈ ചെയ്യാണ് ചെയ്യുന്നത്. എന്നിട്ട് താഴെയുള്ള പ്ലാറ്റ്ഫോം താഴോട്ട് മൂവ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഈ പൗഡർ കണ്ടില്ലേ, ഇവിടെ ഒരു പൗഡർ ഡെലിവറി സിസ്റ്റം ഉണ്ട്, അതേപോലെ ഫാബ്രിക്കേഷൻ പൗഡർ ബെഡും ഉണ്ട്. ആ പൗഡർ ബെഡിലാണ് കണ്ടില്ലേ ഫാബ്രിക്കേഷൻ പിസ്റ്റൺ കണ്ടില്ല, അത് ആ ഫാബ്രിക്കേഷൻ പിസ്റ്റൺ അതൊരു പ്ലാറ്റ്ഫോം ആണ്, താഴോട്ട് മൂവ് ചെയ്യും. ഇത് ലെയർ ബൈ ലെയർ ആയിട്ട് ആ പൗഡറിനെ ക്യൂർ ചെയ്ത് സോൾഡിഫൈ ചെയ്ത് പല ഷേപ്പിലോട്ട് കൊണ്ടുവരാൻ പറ്റും. അതാണ് സെലക്ടീവ് ലേസർ സിൻഡറിങ് പ്രോസസ്, പൗഡർ ബേസ്ഡ് സിസ്റ്റം. ഇതാണ് പൗഡർ ബേസ്ഡ് സിസ്റ്റം കേട്ടോ. പിന്നെ സോളിഡ് ലാമിനേറ്റഡ് ഒബ്ജക്ട് മാനുഫാക്ചർ, ഇതാണ് സോളിഡ് ബേസ്ഡ് സിസ്റ്റം. ഓക്കെ, അപ്പൊ നമ്മൾ ലിക്വിഡ് ബേസ്ഡ് സിസ്റ്റം സ്റ്റീരിയോ ലിത്തോഗ്രാഫി കണ്ടു. പൗഡർ ബേസ്ഡ് സിസ്റ്റം നമ്മൾ ലാമിനേറ്റഡ് പൗഡർ ബെഡ് ഫ്യൂഷൻ പ്രോസസ് കണ്ടു. ഇത് ലാമിനേറ്റഡ് ഒബ്ജക്റ്റഡ് മാനുഫാക്ചർ എന്നാൽ ഇവിടെ നമ്മൾ ഒരു ലേസർ ബീം യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ഷീറ്റ് പോകുന്നുണ്ട്, നിങ്ങൾ നോക്കിയാൽ അറിയാം, ഒരു ഷീറ്റ് അല്ലെ, മെറ്റീരിയൽ ഷീറ്റ് പോകുന്നുണ്ട്. അവിടെ ഒരു ഹീറ്റഡ് റോളർ ഉണ്ട്. അപ്പൊ ലൈറ്റ് ആയിട്ട് ഹീറ്റ് ചെയ്തിട്ട് അതിനെ കടത്തി വിടുന്ന സമയത്ത് ലേസർ ഉപയോഗിച്ച് അവിടെ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ കാണിക്കാൻ റൈറ്റ് സൈഡിൽ അവിടെ കട്ട് ചെയ്ത ഷീറ്റ് കാണാം അല്ലെ. ഇതിങ്ങനെ റോളായിട്ട് ഇങ്ങനെ ആ ഷീറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഷീറ്റ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ബെഡിന്റെ അവിടെ വരുമ്പോ അവിടെ വെച്ചിട്ട് നമ്മുടെ ഏത് ഷേപ്പിലാണോ കട്ട് ചെയ്യേണ്ടത് അത് നമ്മൾ CAD ഡാറ്റ കൊടുത്ത അനുസരിച്ചിട്ട് ഡിസൈൻ അനുസരിച്ച് അത് കട്ട് ചെയ്ത് ഗ്ലൂ ചെയ്ത് എന്ന് വെച്ചാൽ ഒട്ടിച്ച് ലെയർ ബൈ ലെയർ ആയിട്ട് ഒട്ടിച്ചിട്ട് ആ സമയത്ത് പ്ലാറ്റ്ഫോം താഴേക്ക് പോകും. ഒരു ലെയർ ഒട്ടിച്ചു കഴിഞ്ഞാൽ താഴേക്ക് മൂവ് ചെയ്യും, അടുത്ത ലെയർ ഒട്ടിക്കുന്നു, താഴേക്ക് മൂവ് ചെയ്യുന്നു. ആ ലേസർ ഉപയോഗിച്ചാണ് അത് കട്ട് ചെയ്ത് ഒട്ടിക്കുന്നത്. അങ്ങനെയാണ് ലാമിനേറ്റഡ് ഒബ്ജക്ട് മാനുഫാക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് അഡിറ്റീവ് മാനുഫാക്ചറിങ് പ്രോസസ്സുകൾ കേട്ടോ. ലാമിനേറ്റഡ് ഒബ്ജക്ട് മാനുഫാക്ചർ, ഇത് അതിന്റെ വേറൊരു ഫിഗർ ആണ്. അപ്പൊ നിങ്ങൾ 3 പ്രോസസ്സ് കണ്ടു അല്ലെ, 3 പ്രോസസ്സ്. ഇതേപോലെയാണ് മറ്റുള്ള പ്രോസസ്സ്. ഒന്ന് ലിക്വിഡ് ബേസ്ഡ്, മറ്റേത് പൗഡർ ബേസ്ഡ്, ഇത് സോളിഡ് ബേസ്ഡ്. അപ്പൊ ഈ 3 സിസ്റ്റംസ് പഠിച്ചു വെക്കാം. അപ്പൊ ഇതാണ് റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ് അല്ലെങ്കിൽ അഡിറ്റീവ് മാനുഫാക്ചറിങ്. ഓക്കെ, ഇനി വരുന്നത് CAD CAM. നിങ്ങൾ CAD CAM എന്ന് കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഇത് നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. CAD സോഫ്റ്റ്വെയറും ഉണ്ട്, ഹാർഡ്വെയറും ഉണ്ട്. CAD എന്ന് പറഞ്ഞാൽ എന്താ, കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനിങ്. CAM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ എയ്ഡഡ് മാനുഫാക്ചറിങ്. അപ്പൊ നമ്മൾ CAD-ഉം CAM-ഉം തമ്മിൽ ഒരു ഇന്റർഫേസ് ഉണ്ടാവും. CAD-ൽ ഡിസൈൻ ചെയ്ത് CAM-ലോട്ട് മെഷീനിലോട്ട് നമ്മൾ ഇന്റർഫേസ് ചെയ്തിട്ട് മെഷീനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്താണ് അത് മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പൊ സാധാരണ രീതിയിൽ നമുക്കൊരു കമ്പ്യൂട്ടർ വേണം, അതിന് കുറച്ച് ടെർമിനൽസ് ഉണ്ടാവും, കീബോർഡ് ഉണ്ടാവും, പെരിഫറൽ എക്യുപ്മെന്റ് ഉണ്ടാവും, മോണിറ്റർ ഉണ്ടാവും, CPU ഉണ്ടാവും. ഇതൊക്കെ നമുക്കറിയാം. അതിനകത്ത് നമ്മൾ ഡിഫറെന്റ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്യുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് നിങ്ങൾ CAD ഡിസൈൻ സോഫ്റ്റ്വെയർ CAD AutoCAD കേട്ടിട്ടുണ്ടാവും, പ്രോയി ഉണ്ട്, ഐഡിയ, അതുപോലെ സോളിഡ് വർക്ക്സ് കേട്ടിട്ടുണ്ടാവും, പിന്നെ പ്രോയി കേട്ടിട്ടുണ്ടാവും അല്ലെ. അതേപോലെ ഒരുപാട് സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതില് സിസ്റ്റം സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ടാവും CAD സോഫ്റ്റ്വെയറിൽ. അപ്പൊ സിസ്റ്റം സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ് കമ്പ്യൂട്ടർ ഓപ്പറേഷൻ നമുക്ക് സിസ്റ്റം സോഫ്റ്റ്വെയർ വേണം. അല്ലാതെ നമ്മൾ AutoCAD ഒക്കെയാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയിട്ട് വരുന്നത്. അപ്പൊ അതിൽ ഈ കാർഡ് കാണിച്ചിരുന്ന AutoCAD, സോളിഡ് വർക്ക്സ്, പ്രോയി, ആൻസിസ് ഇതെല്ലാം CAD സോഫ്റ്റ്വെയറുകളാണ്. അപ്പൊ ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ മാതിരി പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാം, ടൈം കുറയ്ക്കാം, ഫ്ലെക്സിബിലിറ്റി ഡിസൈനിൽ ഇംപ്രൂവ്ഡ് ഡിസൈൻ അനാലിസിസ് വരും, അപ്പൊ ഗ്രേറ്റർ അക്യൂറസി കിട്ടും. അപ്പൊ ഇതുപോലെ നമുക്ക് ലൈവായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് CAD സോഫ്റ്റ്വെയറിന്റെ ഗുണം. ഓക്കെ, സാധാരണഗതിയിൽ ഫിക്സഡ് ഡിസൈന് NC മെഷീനിൽ നമ്മൾ എല്ലായിടത്തും CAD യൂസ് ചെയ്യുന്നുണ്ട്, റൈറ്റ്. അപ്പൊ സാധാരണഗതിയിൽ ഇൻക്രീസ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ഡിസൈനർ, ഇംപ്രൂവ് ദ ക്വാളിറ്റി, ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ, ക്രിയേറ്റ് എ ഡാറ്റാബേസ് ഫോർ എഞ്ചിനീയറിംഗ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ CAD യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏത് പാർട്ട്, ന്യൂ പാർട്ട്, അസംബ്ലി, ഇതെല്ലാം ചെയ്യാൻ പറ്റും. നമുക്ക് അനാലിസിസ് വരെ നമുക്ക് ചെയ്യാൻ പറ്റും. ഡോക്യുമെന്റേഷൻ, മാനുഫാക്ചറിങ്, ഇതിനെല്ലാം വേണ്ടിയിട്ട് നമുക്ക് CAD യൂസ് ചെയ്യാം. സാധാരണ ഇതിൽ CAD-ന്റെ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് എന്താണ് നീഡ്, എന്താണ് ആവശ്യം എന്നുള്ളത് നമുക്കൊരു ഇതൊക്കെയാണ് CAD-ന്റെ സ്റ്റെപ്പുകൾ, പ്രോസസ്സുകൾ. ജിയോമെട്രിക് മോഡലിംഗ് ചെയ്യാം, ജിയോമെട്രിന്റെ ഷേപ്പ് പല രീതിയിൽ മോഡലിംഗ് ചെയ്യാം, ഡിസൈൻ അനാലിസിസ് ചെയ്യാം, ഡിസൈൻ റിവ്യൂ ചെയ്യാം, ഡോക്യുമെന്റ് ചെയ്യാം. അതൊക്കെ CAD-ൽ നമുക്ക് ചെയ്യാൻ പറ്റും.
അതൊക്കെ സാധാരണ തിയറി ഒന്ന് നിങ്ങൾ അതിലൂടെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ കമ്പ്യൂട്ടർ ബേസ്ഡ് അതിന്റെ സ്റ്റെപ്സ് കുറയ്ക്കാൻ പറ്റും. സാധാരണ ട്രഡീഷണൽ ഡിസൈനിനെക്കാട്ടിലും കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനിൽ കണ്ടില്ലേ, ജോമെട്രിക് മോഡലിംഗ്, എഞ്ചിനീയറിംഗ് അനാലിസിംഗ്, ഡിസൈൻ റിവ്യൂ ആൻഡ് ഇവാലുവേഷൻ, ഓട്ടോമേറ്റഡ് ഡ്രാഫ്റ്റിംഗ്, ഡോക്യുമെന്റേഷൻ, ഇത്രയാണ് നമുക്ക് CAD-ന്റെ പ്രോസസ്സുകളായിട്ട് വരിക. ഇനി എന്താണ് CAM? CAM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ എയ്ഡഡ് മാനുഫാക്ചറിംഗ് എന്നാണ്. അപ്പൊ അതായത് എഫക്റ്റീവ് യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് കമ്പ്യൂട്ടർ ടെക്നോളജി ഇൻ ദ പ്ലാനിംഗ്, മാനേജ്മെന്റ് ആൻഡ് കൺട്രോൾ ഓഫ് മാനുഫാക്ചറിംഗ്. നമ്മൾ ഈ പറഞ്ഞ പോലെ മാനുഫാക്ചറിംഗ് ഫംഗ്ഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്താണ് കമ്പ്യൂട്ടർ എയ്ഡഡ് മാനുഫാക്ചറിംഗ്. അപ്പൊ അതിൽ പ്ലാനിങ്, മെഷീനിങ്, ഷെഡ്യൂളിംഗ്, മാനേജ്മെന്റ്, ക്വാളിറ്റി കൺട്രോൾ ഇതെല്ലാം വരും. ഇതെല്ലാം കമ്പ്യൂട്ടറിന്റെ അസിസ്റ്റിങ്ങിലോടുകൂടി നമ്മൾ ഈ പ്ലാനിങ്, പ്രൊഡക്ഷൻ പ്ലാനിങ്, മെഷീനിങ്, ഷെഡ്യൂളിംഗ്, മാനേജ്മെന്റ്, ക്വാളിറ്റി കൺട്രോൾ ഇതെല്ലാം ചെയ്യുന്നതിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ എയ്ഡഡ് മാനുഫാക്ചറിംഗ് എന്ന് പറയാം. മാനുഫാക്ചറിംഗ് പ്ലാനിങ് കൊണ്ട് മാനുഫാക്ചറിംഗ് നമുക്ക് കൺട്രോൾ ചെയ്യുകയും ചെയ്യാം. CAM സോഫ്റ്റ്വെയറുകൾ അവൈലബിൾ ആണ്. അത് ഉപയോഗിച്ചാൽ നമുക്ക് CAD-ഉം CAM-ഉം കൂടെ ഇന്റർഫേസ് കൊടുക്കാൻ പറ്റും. ഓക്കെ, അതിലൂടെ നമുക്ക് CAD-ൽ ഡിസൈൻ ചെയ്യുന്ന സോഫ്റ്റ്വെയറിൽ CAM സോഫ്റ്റ്വെയർ വഴി മെഷീനിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അതിനെ കൺട്രോൾ ചെയ്യുകയും ഡോക്യുമെന്റ് ചെയ്യുകയും ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അതാണ് CAD CAM, റൈറ്റ്? അപ്പൊ ഇത്രയാണ് നമ്മുടെ നിങ്ങളുടെ സിലബസിലുള്ളത്. എനിക്ക് തോന്നുന്നു ബാക്കിയെല്ലാം എടുത്തു കഴിഞ്ഞെന്ന് തോന്നുന്നു. നമ്മൾ ഈ ബാക്കി മാനുഫാക്ചറിങ് പ്രോസസ്, മെറ്റൽ ജോയിനിങ് പ്രോസസ് എല്ലാം എടുത്തു കഴിഞ്ഞു. പിന്നെ നിങ്ങൾ സോൾഡറിങ്ങും ബ്രേസിങ്ങും നിങ്ങൾക്ക് പറഞ്ഞു കാണും. അപ്പൊ സോൾഡറിങ് നിങ്ങൾ ഓൾറെഡി ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ഒക്കെ നമ്മൾ ചെയ്യുന്ന സോൾഡർ ഉപയോഗിച്ച് ലെഡ് ടിന്ന് ഉള്ള ഒരു മിക്സർ ഉപയോഗിച്ചിട്ടാണ്. സോൾഡർ എന്ന് പറഞ്ഞത് ഉപയോഗിച്ചിട്ടാണ്. സാധാരണ ഈ ഇലക്ട്രോണിക്സ് ഒക്കെ പഠിച്ചവർക്ക് അറിയാം അല്ലെ, സോൾഡർ ഉപയോഗിച്ച് നിങ്ങൾ സോൾഡറിങ് അയൺ ഉപയോഗിച്ച് സർക്യൂട്ട്സ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്നതാണ്. അതാണ് സോൾഡറിങ്. അപ്പൊ സാധാരണഗതിയിൽ സോൾഡറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിലോ 450 ഡിഗ്രി സെന്റിഗ്രേഡിലാണ് ചെയ്യുന്നത്. ബ്രേസിംഗ് എന്ന് പറഞ്ഞാൽ എബവ് 450 ഡിഗ്രി, അത്രയും സ്ട്രോങ് ആയിട്ട്, കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് പൈപ്പ്സ് ഒക്കെ നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രേസിംഗ് യൂസ് ചെയ്യുന്നത്. സ്പെൽറ്റർ എന്നൊക്കെ പറഞ്ഞൊരു പേസ്റ്റ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ആ പേസ്റ്റ് നമുക്ക് എവിടെയാണോ ജോയിൻ ചെയ്യേണ്ടത് അവിടെ പേസ്റ്റ് ചെയ്തിട്ട് അത് നമുക്ക് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജോയിൻ ചെയ്ത് ഒരു ജോയിനിങ് പ്രോസസ്സുകളാണ് സോൾഡറിങ്. ഇതാണ് ബ്രേസിംഗ്. നിങ്ങൾ ഈ കാണുന്നുണ്ടല്ലോ, ബ്രേസിംഗ് ആണ് ഈ കാണുന്നത്. വെൽഡിംഗ് പോലെ തന്നെ ഹീറ്റ് ഈസ് യൂസ്ഡ് ടു ഫ്യൂസ് എ മെറ്റീരിയൽ. അവിടെ നമ്മളൊരു ഫില്ലർ മെറ്റൽ യൂസ് ചെയ്യുന്നുണ്ട്. സാധാരണഗതിയിൽ അതിന്റെ പേര് സ്പെൽറ്റർ എന്നാണ്. ഓക്കെ, സ്പെൽറ്റർ 450 ഡിഗ്രിക്ക് അബവ് ആണ് ടെമ്പറേച്ചർ സാധാരണഗതിയിൽ ബ്രേസിംഗ് ടെമ്പറേച്ചർ. ഓക്കെ, അപ്പൊ അലൂമിനിയം ഫില്ലർ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നുണ്ട്, അലൂമിനിയം സിലിക്കൺ അലോ യൂസ് ചെയ്യുന്നുണ്ട്, മെഗ്നീഷ്യം അലൂമിനിയം അലോ യൂസ് ചെയ്യുന്നുണ്ട്, സിൽവർ കോപ്പർ അലോ, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ഫില്ലർ മെറ്റീരിയൽ ബ്രേസിംഗിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ സോൾഡറിംഗിലാണെങ്കിൽ നമ്മൾ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം സോൾഡറിംഗ് ആയി. ഇതിന്റെ പ്രോസസ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. സോൾഡർ നമ്മൾ ലെഡും ടിന്നും ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് സോൾഡറിംഗ്. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. ബാക്കിയെല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടാണ്. അപ്പൊ ഓക്കെ, ഞാന് എന്താ പറയാ, ബാക്കി ഞാൻ ഷെയർ ചെയ്യാം അല്ലെ, ബാക്കി കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യാം. അപ്പൊ നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ഇത്രയേ ഉള്ളൂ മാനുഫാക്ചറിങ് കേട്ടോ. ബാക്കി ഇതിന്റെ സ്ലൈഡ്സ് എല്ലാം എടുത്തെല്ലാം ഞാൻ ഷെയർ ചെയ്യാം. അതിന്റെ കുറച്ച് MCQ ഞാൻ ഷെയർ ചെയ്യാം.